ഇതുവരെ ട്രെൻഡൊക്കെ മാറിയടാ. ഇപ്പൊ ഇതുപോലത്തെ മതി പെണ്ണുങ്ങൾക്ക്, മനസ്സിലായ? പെണ്ണ് പോലും എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മള് സിഗ്മകളായതുകൊണ്ട് രക്ഷയില്ല. ഹലോ, എന്നാണ്ട് വിശേഷം? എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. സുഖം തന്നെ. ഓ സുഖം തന്നെ, സുഖം തന്നെ. ബ്രോ നിങ്ങൾ ലീഡറോ കൊലീഡറോ ആരല്ലോ ആണോ നിങ്ങള്? ലീഡറാണ്. പേരെന്തായിരുന്നു ബ്രോ? പേര് ടോക്സിക്. ടോക്സിക്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ ബ്രോ, എന്റെ പേര് പരന്തുവാസം. ഓക്കെ, നൈസ് ടു മീറ്റ് യു. നൈസ് മീറ്റ്. നിങ്ങൾ നന്നായിട്ട് കളിച്ചേട്ടാ പ്രിയവാറ്. നമ്മള് പ്രതീക്ഷയിൽ അടിപൊളിയായിട്ട് നിങ്ങൾ കളിച്ചു. സിറ്റുവേഷൻ പറയണം, എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല ഇവിടെ. ആക്ച്വലി സത്യം പറഞ്ഞ ഇപ്പൊ പുതിയ നിയമം. അപ്പൊ പിന്നെ നമുക്ക് ഞങ്ങൾക്ക് നിങ്ങള് വാർ വിളിക്കുവാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് വിളിക്കണം. നമുക്ക് ഒരു 11:45 മുമ്പ് വാർ വിളിക്കണം. അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ എന്തായാലും ഡിക്ലെയർ ചെയ്യും. എന്താ വെച്ചാൽ നമുക്ക് ഗണ്ണും ഹീലിംഗ്സ് ഒക്കെ ഒന്ന് കൊടുക്കണം എല്ലാവർക്കും. ഹാഫ് ആൻ അവർ പറ്റില്ല ബ്രോ. ഒരു 11:45, 11:21 ആയി. 11:45 വിളിക്കണം. ഓക്കെ ഓക്കെ ശരി ശരി. ഒരു കാര്യം പറഞ്ഞു, ഒരു അപ്പി സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. ഇവിടെ സിറ്റുവേഷൻ പറയാൻ പാടില്ലല്ലോ ഇപ്പൊ. വാർ വേണ്ട നമ്മള് പറഞ്ഞ ഫ്രണ്ട്ലി ഒന്നും അല്ല കഴിച്ചു. ഇത് ഫ്രണ്ട്ലി ഒന്നും അല്ല. വാറിന് ജസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇത് ഫ്രണ്ട്ലി ഒന്നും അല്ല. എന്ത് ഫ്രണ്ട്ലി? നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ലി ഒന്നും ഇല്ല. ആരും ഇവിടെ ഇല്ല. KVA മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് ഇവിടെ, മനസ്സിലായോ? ഇവിടെ വേറെ അതിന്റെ അപ്പുറത്ത് ആരുമായിട്ട് വാർ കടന്നാലും അത് ഫ്രണ്ട്ലി വാർ അല്ല. ഇത് അവർക്ക് അടിക്കണമെന്ന് പറഞ്ഞ അവര് ഇതാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഫ്രണ്ട്ലി. TJ ആയിട്ട് ഫ്രണ്ട്ലി ആണ്. ഡൊമിനിക്കേട്ടൊക്കെ ഞാൻ ഭയങ്കര ബന്ധത്തില്ല. ഡൊമിനിക്കേട്ട ആത്മബന്ധത്തില്ല ഞങ്ങൾ രണ്ടുപേരും. അത് പറഞ്ഞപ്പോഴേ ഒരു മിനിറ്റ് ഡൊമിനിക്ക് മെസ്സേജ് അയക്കട്ടെ. കഴിച്ചോ? ഞാൻ മുന്തിരിങ്ങ കഴിച്ചു. കഴിച്ചു. താങ്ക് യു ചാറ്റനെ ഓർമ്മിച്ചതിന് താങ്ക് യു. എന്തൊക്കെ ബുദ്ധിമുട്ടല്ലേ? ബ്രേക്കപ്പ് ഞാൻ വേറെ ആരോട് പറയാം. ഞാൻ ലൈനപ്പ് ഇപ്പൊ കറന്റ് ഇട്ടോണ്ടിരിക്കുന്നത് ആക്ടിവിറ്റി അനുസരിച്ചാണ്. കുറച്ച് ദിവസമായിട്ട് ഡോർക്കി മറ്റേ ഇവൻ നമ്മുടെ BD ഇവരെല്ലാം ഇനാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അവരൊന്ന് ആക്റ്റീവായി വരുന്നതിനനുസരിച്ച് ഓരോരുത്തരെ മാറ്റി ലൈനപ്പ് ഇടാം. നിങ്ങൾ അങ്ങനത്തെ ഒരു ഇത് വിചാരിക്കണ്ട, മനസ്സിലായി? ഞാൻ പറയണമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം വിചാരിക്കണ്ട. നമ്മള് എല്ലാവർക്കും ചാൻസ് കൊടുക്കും. അത് എല്ലാവർക്കും ചാൻസ് കൊടുത്തിരിക്കും. അത് അല്ലാതെ TV ഒരു പ്ലെയറിന് നമ്മൾ അങ്ങനെ ഒരു പക്ഷം ആരും ചത്തില്ലടാ. ഇവനായിരുന്ന അടിപ്പുറം പോട്ടെ. മന്ദാരം ചത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇതാരാ ചത്തപ്പം? ഇത് ഗോകുണ്ണ. ഇവർ രണ്ടാമത് ചത്തവൻ. 11:45 റെഡിയാ. വണ്ടി എടുത്ത് വെളിവാ ലൈനപ്പിട്ട്. 45. ബോസ് എവിടെ? ഡ്രീമറിന്റെ ചേട്ടന്റെ കല്യാണോ? അവൻ അതിന്റെ കുറെ പ്രിപ്പറേഷനിലും കുറച്ച് പർച്ചേസിംഗിലും ഒക്കെ. അതുകൊണ്ടാണ് അവൻ കുറച്ച് ഇനാക്റ്റീവ്. നിങ്ങൾക്ക് അറിയാലോ, അവൻ അങ്ങനെ ഇനാക്റ്റീവ് ആവത്തില്ല, പ്രത്യേകിച്ച് ഗ്യാങ്ങിന്റെയും സ്ട്രീമിന്റെയും കാര്യത്തില്. അവനിപ്പോ കുറച്ച് ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് മെയിൻ കാരണം അതാണ്. ഡ്രീമറിന്റെ ചേട്ടന്റെ കല്യാണം. അപ്പോൾ ഈ നെക്സ്റ്റ് അടുത്ത മന്ത് ഫസ്റ്റ് വീക്ക്. അപ്പോൾ അവൻ അതിന്റെ കുറച്ച് കാര്യങ്ങളിലും തിരക്കിലും ഒക്കെയാണ്. അതുകൊണ്ടാണ് പോയിട്ടില്ല. അവൻ ഇവിടെ തന്നെ ഉണ്ട്. അവൻ എന്തൊക്കെയോ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ എന്തോ പോവാണെന്ന് പറഞ്ഞായിരുന്നു ഇന്ന്. അണ്ണനെ വിളിച്ചോ? എന്നെ വിളിച്ചിട്ടില്ല കല്യാണത്തിന്.
ഞാനിത് വെളിയിൽ നിന്ന് അറിഞ്ഞതാ ഇങ്ങനെ കല്യാണം ആണെന്ന്. എന്റെ അടുത്ത് ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ചുമ്മാ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ടിവിയിലെ എല്ലാവർക്കും അവർ റൂമും എടുത്ത് എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എടാ സേവണ ഞാനും വണ്ടി അവിടെ കുത്തി രണ്ടുപേരെ ഡൗൺ ആക്കി ചത്തു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതിൽ കൂടുതൽ. അവിടെ തന്നെ നിന്ന് ചാവേണ്ട വന്നു. അതെ അതെ ഞാനാണ് റോഡിൽ കുത്തിയത്. റോഡിൽ കുത്തി നെഞ്ചു പിരിച്ചിറങ്ങിയില്ലേ, അത് ഞാനായിരുന്നു. അതെ അണ്ണന്റെ വണ്ടി മാത്രം ഞാൻ വണ്ടി കുത്തിയിട്ട് അടിക്കാൻ വേണ്ടി അവിടെ തിരിഞ്ഞ് നോക്കിയപ്പോ എന്റെ ബാക്കിലൊരു വണ്ടി കുത്തി. പെട്ടെന്ന് ഏതോ ഒരു വണ്ടി പറന്നു വന്ന് ഞങ്ങളുടെ വന്ന വണ്ടി ഇടിച്ചു തെറിപ്പിച്ചു. മനസ്സിലായ? എന്നിട്ട് ഓടാനും പറ്റിയില്ല. അവിടെ പിന്നെ ഫൈറ്റ് എടുക്കണം വന്നത്. എനിക്കാണ് ശരിയായ അണ്ണ രക്ഷിക്കാൻ വേണ്ടി ഞാൻ സ്നേപ്പ് തൊട്ടെടുത്തോണ്ട് കുത്തി നമ്മൾ ചെത്തു. ഒരു പിക്കെടുത്ത് എന്നെ ഒരു 3 വണ്ടി ഒളിപ്പിച്ചുകൊണ്ട് കുത്തി. അപ്പൊ ഒരു വണ്ടി കുത്തിയപ്പോ ഒരു വണ്ടിക്കകത്ത് 2 പേര് ഇറങ്ങി. അവരെ 2 പേരെ അടിച്ചിട്ട് ആദ്യമേ ഞാൻ പിന്നെ അങ്ങ് ചത്തു. ഞങ്ങളുടെ മേളില് ഒരു വണ്ടി വന്ന് വെയിറ്റ് ചെയ്ത് അപ്പത്തേക്ക് പിങ്ങിട്ട അവിടെ ഞങ്ങൾ എല്ലാരും ബാക്ക് സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടാണ്. മനസ്സിലായി? കുഴപ്പമില്ല. 2 വിക്കറ്റ് കിട്ടി അവിടെ. കുഴപ്പമില്ല. എന്താടാ FPS ഇല്ലല്ലേ? എന്റെ ഓടി നടക്കായിട്ട് എന്നാ പിന്നെ വാറിന് വേറെ ആരെങ്കിലും ഇടട്ടെ? ഇല്ല വാറിന് ആൾക്കാര് കുറവല്ല. ഇല്ല വാറിന് ഇഷ്ടം പോലെ ഉണ്ടോ? 24 പേരുണ്ട്. 24 പേര് അങ്ങനെയല്ല പ്രീ വാറിന് 15 പേരുള്ള പ്രീവാർ പറ്റുന്നുണ്ട്. നല്ല നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തേലണ്ണ. ഇല്ലടാ താല്പര്യമില്ല. മറ്റേത് മതി, മറ്റേ ഹെവനിലുള്ളത്. ഹെവനിലുള്ളത് എന്റെ അല്ലല്ലോടാ. 58 വേറെ മറ്റേ ഇവര് ചുമ്മാ തൽക്കാലത്തേക്ക് തന്നെയല്ലേ? കുഴപ്പമില്ല, നമുക്ക് തൽക്കാലത്തേക്ക് തന്നാ മതി. നീ എന്നാ അവരുടെ ചോദിച്ചിട്ട് മേടിച്ചോ. തൽക്കാലത്തേക്ക് അവര് വേറെ 2 പിക്കല്ല 2 പ്ലക്ക് കിട്ടിയത്. സത്യമല്ലേ? ഇത് ലൈനപ്പ് ഞാൻ പറയാം. സ്റ്റീവ്, വില്ലു, ഏബല്, മോബി, LX2, ജുഗുറു, ഞാന്, ഡെസ്ട്രോ, ഗോഗു, കിണ്ടി, നീലൻ, ഇറ്റാച്ചി, ജൂഡ്, മന്ദാരൻ, ഡീമൻ. ഗൈസ് ഞാൻ കുറച്ച് വാർസ് ഒരുമിച്ച് കളിക്കുന്നെന്ന് പറഞ്ഞുണ്ടല്ലോ. ഞാൻ പറയാമല്ലോ, എനിക്ക് കമ്പാരിറ്റീവ്ലി ഇതിനകത്ത് വലുതായിട്ട് ഇത് കളിച്ചിരിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ഈ ലൈവ് വരുന്ന ദിവസങ്ങളിൽ ഞാൻ വാർ മാക്സിമം കളിക്കാൻ ഇതാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PvP പ്ലേയേഴ്സ് ഇവരായിട്ടൊക്കെ ഉള്ള ഒരു ഇൻട്രാക്ഷനും ഇതുമൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വരുമ്പോഴാണ് ഉള്ളത്. പിന്നെ എനിക്കും ഈ പറയണത് പോലെ PvP ഒന്ന് കുറച്ചുകൂടി ഇതാക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം മെയിനായിട്ട് ഇത് കളിക്കണേ. ഞാൻ മാറി നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവണം. ഇനിയും അങ്ങനെ PvP എന്ന് RP മാത്രമല്ല, ഞാൻ PvP ഞാൻ ബാക്ക് ഓഫ് ആവുന്നില്ല. ഞാൻ അങ്ങനെ തന്നെ കളിക്കാനുള്ളൊരു ഇതില്ല. എടാ സ്നൈപ്പിന് ഇട്ടില്ലേ ഞാൻ? എടാ സ്നൈപ്പിന്റെ പേര് ഇട്ടിട്ടില്ലായിരുന്നു. ഓ സ്നൈപ്പ് കളിക്കുന്നില്ലെന്ന് പറഞ്ഞു കേസ് ഓൾറെഡി. എടാ സ്നൈപ്പിനെ ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ സ്നൈപ്പിനെ വിളിച്ച് ചോദിക്കട്ടെ ഒരു മിനിറ്റ്. അവന്റെ പേരിട്ടിട്ടില്ലായിരുന്നു ഇതിനകത്ത്. അവന് ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ട് കളിക്കാൻ പറ്റുന്നില്ലെന്ന് കേസ് അവന്. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഒരു സെക്കൻഡ്. കേസ് അവന് ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ട് കളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ അവിടെ പോയി പറഞ്ഞിട്ടുണ്ട് അവന് ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ട് കളിക്കാൻ പറ്റുന്നില്ല. ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ട് ഒട്ടും കളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ ഇന്നത്തെ വാറന് അവനില്ല. ഇറ്റാച്ചി എവിടെയാ? നീ നിന്റെ വണ്ടി ഏതാ? ആ ഓക്കെ നമുക്ക് കളിക്കാം. പണ്ടത്തെ പോലെ കളിക്കാം. അത് കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് കളിക്കാം.
ഇടയ്ക്ക് ഓർമ്മയുണ്ടോ നീ നമ്മൾ രണ്ടുപേരും നേരത്തെ സ്ഥിരം ഉഴുത്തോണ്ടിരുന്നത്? ഓ സത്യം അണ്ണാ ഞാൻ പറഞ്ഞ അതെ. SR-ടെ വാറിന് കത്തിപ്പോയിട്ട് തിരിച്ചൊന്ന് ഓർമ്മയുണ്ടോ? ഏതാ കേട്ടില്ല SR-ടെ വാറിന് കത്തിപ്പോയിട്ട് തിരിച്ചൊന്ന് ഓർമ്മയുണ്ടോ? ഒരു മറ്റേ റിഡ്ജിൽ മരുഭൂമി പോലത്തെ ഒരു റിഡ്ജിൽ പുഴുത്തിയാത്തത്. അവിടെ ഇരുന്ന് അലക്കി നമ്മളെല്ലാരും കൂടെ അതൊക്കെ ഒരു കാലം എണ്ണ. എടാ ഞാൻ ഒന്നുകൂടെ പറയട്ടെടാ, റേഡിയോയില് ഭയങ്കര അലപ്പായിരുന്നേ കഴിഞ്ഞ വാറിന്, പ്രീ വാറിന് ഭയങ്കര അലപ്പായിരുന്നു. എല്ലാരും ഒന്ന് സെൽഫ് കൺട്രോൾ ചെയ്യട്ടാ, ഭയങ്കര അലപ്പായിരുന്നു. ഇത് ആ മൊമെന്റിൽ ഒന്നും പറയാനും പറ്റത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിച്ചാലേ അത് നടക്കുള്ളൂ. സ്വന്തം വണ്ടി പറയുന്ന റേഡിയോ ഞെക്കി പറയാന്ന് എനിക്ക് തോന്നുന്നേ. ആ അതൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾ ആ സമയത്ത് അത് നോക്കിയാൽ മതി. എടാ ഈ സെറ്റിങ്സിൽ പിങ് മാറ്റുന്നത് 5M-നകത്തായിരുന്നോ അതോ ഇതിനകത്തായിരുന്നോടാ? 5M-ലല്ലേ? താഴെ എന്തോ ഇസഡ് അല്ലേ? റാൻഡംലി ത്രോ അല്ല, ഇസഡിലാ ഇപ്പൊ കറന്റ് കിടക്കുന്നത്. ഡാമേജ് നമ്മുടെ ഇടിക്കൊക്കെ വേണ്ടി ക്രിയേറ്റ് എ മാർക്കർ. ഇതാരണ്ടി ഉണ്ടവില്ലു ചെയ്യില്ലടാ, ഇതാവില്ലടാ ലൈഫ് ഓർമ്മയില്ലടാ. എന്ത് പറയൂ. ഹലോ ലൈഫ് ഓർമ്മയില്ലേ വണ്ടിയുടെ? പറയൂ. കുറഞ്ഞോ? അതാ പറഞ്ഞ എന്റെ അടി താങ്ങില്ല, അത്രയുള്ള വലിയ അടിയാ. ആ ഹലോ എടാ ഈ മാർക്കർ എഡിറ്റ് ചെയ്യണത് T/markers എഡിറ്റ് അങ്ങനെ തന്നെ അല്ലായിരുന്നോ? മാർക്കർ എഡിറ്റ് എന്നാണോ? തോറ്റിട്ട് വന്നു. മാർക്കേഴ്സ് ഉണ്ടോ? സ്പേസ് ഉണ്ടോ? തോറ്റിട്ട് വരാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞാ എടാ T/markers എഡിറ്റ് ആണോ? സ്പേസ് എഡിറ്റ്. മാർക്കേഴ്സ് സ്പേസ് എഡിറ്റ്. ആ ഓക്കേ. അവനത് എടാ അതിന്റെ ഡയമീറ്റർ നിങ്ങളൊക്കെ എത്ര ഇട്ടേക്കുന്നത്? 1.0.5 പ്രിവ്യൂ ഉണ്ട്. അണ്ണൻ പ്രിവ്യൂ വെച്ച് നോക്കിയാൽ മതി. 0.5. ഞാൻ 1 എത്രയാണ് ഇട്ടിരുന്നത്? 1. പ്രിവ്യൂ വെച്ചാ മതി. പ്രിവ്യൂ ആണ് മറ്റേ സാധനം വെച്ച്. അയ്യോ പ്രിവ്യൂ. എടാ ഇതാരാ ജുഗുറു? എനിക്ക് പ്രിവ്യൂ കാണിക്കുന്നില്ല. പ്രിവ്യൂ എവിടെ? ഡാമേജ് ഇല്ല. എന്റെ ഇടിക്ക് ചെപ്പോ പറയും. ഓ ഒപ്പാസിറ്റി 0 അല്ലേ കിടക്കുന്നത്? അത് ആനേന്റെ ഇടിയായോണ്ട്. എന്നിട്ടും കാണിക്കുന്നില്ല പ്രിവ്യൂ. എനിക്കിത് ഡിലേ ആവുന്നൊക്കെ ഇഷ്ടപ്പെടുന്നില്ലടാ. ഒപ്പാസിറ്റി 100 എണ്ണ. ഒപ്പാസിറ്റി 100 ഒപ്പാസിറ്റി 100 ഇടണോ? ഇപ്പൊ പോയി അടിച്ചാലോ? ഞാൻ ഇട്ടത് ഇപ്പൊ വെയിറ്റ്. എനിക്ക് രാണിപ്പോ പറഞ്ഞു ഒപ്പാസിറ്റി 100. ആ ഇപ്പൊ വന്നു. അയ്യോ ഞാൻ ഒപ്പാസിറ്റി 255 ആണല്ലോ ഇട്ടിരിക്കുന്നത്. ആ ഒപ്പാസിറ്റി പക്ഷെ 100 കുറവാ. ഒരു ഞാൻ 160 ഇട്ടു. 200 ഇടാ. ഞാൻ 130 ഇട്ടു. 130 മതി എനിക്ക്. ഓക്കെ സെറ്റായി. എടാ 12 മിനിറ്റ് കൂടെ പെട്ടെന്ന് കേട്ടോ എല്ലാരും. ഇവരെല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണോ? TG ആണ് ഇപ്പൊ സംസാരിച്ചിട്ട് പോയത് നിങ്ങളോട്. അതെ വാർ തോറ്റിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് പോയി. T47 വീണ്ടും ആക്റ്റീവ് പിന്നെ വന്നൂടെ? പിന്നെ മരിലൂപ്പില അണ്ണ വാസണ്ണ ഇവിടെ എത്ര ഇത് കിട്ടുന്നുണ്ടാണ്? ഗോഗെ എടാ ഇവിടെ ഇപ്പൊ 161. വില്ലുമോനെ ഈ മറ്റേ കണ്ടികളെ കിട്ടുമെന്ന് എടുത്തേരാ കേട്ടോ. T47 രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുക്കണ്ട. ഞാൻ 2 ദിവസം ലീവാ. അത് കുഴപ്പമില്ല. അപ്പൊ കളിക്കാറിയുന്ന ആരെങ്കിലും കേറ്റാം. ഇല്ല അവന്മാർക്ക് വെക്കേഷൻ ആണ്. അവന്മാർക്ക് വെക്കേഷൻ ലീവ് കിട്ടിപ്പോ അവന്മാര് ഇന്നാണ് കണ്ടത്. ഇന്ന് കണ്ടായിരുന്നു. അമ്മരെ കിട്ടുമ്പോ എടുത്തോളാം കേട്ടോ. എടുത്തോട്ടെ. ഞാൻ എങ്ങനെയൊക്കെ വന്നോളാം. അണ്ണെന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്? അല്ലല്ല ഇതേ ഞാൻ പറഞ്ഞത്. T47 സിറ്റുവേഷൻ ആയിട്ട് വല്ലതും വരുവാണെങ്കിൽ എടുത്തോളാം. എടുക്കാം. ഇപ്പൊ എടുത്ത് വെച്ചാലോ? പറഞ്ഞ എന്താണ് അതൊരു നല്ലൊരു അഭിപ്രായം. വേണ്ട 2 ദിവസം കഴിഞ്ഞിട്ട് അടിക്കാടാ. 2 ദിവസം കഴിഞ്ഞിട്ട് അടിക്കുന്നില്ല. നമ്മൾ ചിലപ്പോ ഇന്ന് അടിക്കും, ചിലപ്പോ നാളെ തന്നെ അടിക്കും.
നമ്മൾ നാളെ അടിക്കും, നാളെ എടാ, നീ 2 ദിവസം നീ ഇൻവൈറ്റ് പോലില്ലാത്ത കോളേജിലാത്ത പരിപാടി കാണാൻ പോകല്ലേ നീ? അല്ല കിട്ടി എന്നെ കിട്ടി തന്നെ ടിക്കറ്റ് കിട്ടി നമ്മക്ക് കേട്ടാന്ന് പറഞ്ഞത്. അവന്മാരുടെ ഗ്യാങ് ഡ്രസ് മനസ്സിലാവണോടാ ഒരു മിഡ് റേഞ്ച് എത്തുമ്പോ റിസൾട്ട് വരുമ്പോ തിരിച്ചു പൊക്കോളൂ തന്നെ. അതൊന്നും അല്ല അതിനകത്ത് എല്ലാരും ഒന്നും പിള്ളേരല്ല കൈസ്, കുറെ പേരുണ്ട്. ചെറിയ പിള്ളേര് കുറപ്പുള്ള എല്ലാരും അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. എല്ലാരും കൊച്ചു പിള്ളേരാണോ എനിക്ക് അറിഞ്ഞൂടാ. വിദ്യയിലാണ് എനിക്കറിഞ്ഞൂടാ അവ എവിടെ പോവെന്ന് പറഞ്ഞത്. സ്കേറ്റ് ബോർഡ് വാങ്ങിക്കണ എന്റെ ഉണ്ടറാ സ്കേറ്റ് ബോർഡൊക്കെ. ഇത് കണ്ടോ, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ പഞ്ചായത്ത് ചാമ്പ്യനൊക്കെ ആയിരുന്നു. ആരൊക്കെ അലച്ചെന്നറിയാം. നിന്റെ അലപ്പാണ് മെയിൻ പറ്റാത്തത് വില്ലു മോനെ. ഇല്ല ഞാൻ മിണ്ടിക്കൂട്ടിയില്ല നമ്മളെ ആണ് നിങ്ങള് താഴ്ന്ന് ഓ അപ്പൊ നീയാണല്ലേ കോള് പറയാതെ കുത്തിയാ വണ്ടി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. നീയാണല്ലേ മിണ്ടായിരുന്നോണ്ട് കുത്തി ചെത്തത് നീയാണല്ലേ. ഞാൻ വണ്ടി ഓടിച്ച് ഞാനല്ല കമ്മ്യൂണിക്കേഷൻ ഭയങ്കര മോശമാണ് വില്ലുമോനെ, ഭയങ്കര മോശമാണ്. ഞാനല്ല ഞാൻ വണ്ടി ഓടിച്ച് ഞാനല്ല ജുഗുറു. എടാ ജുഗുറു വളരെ മോശമാണ്. ഇത് എന്ത് കുത്തിപ്പാണ്, വെരി ബാഡ് കുത്തൽ. ഞാൻ കേട്ടത് കിണ്ടിയുടെ കരച്ചിൽ മാത്രം. കറക്റ്റ് ആയിട്ട് കുത്തി ഫൈറ്റ് എങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ അറിയത്തില്ലെങ്കിൽ എന്റെ ലൈവ് എടുത്തിട്ട് ഇത് കഴിയുമ്പോ കാണാം. ആ ഫൈറ്റ് ഞാൻ എത്ര കീഴിലോട്ട് അവിടെ ഇനിഷ്യേറ്റ് ചെയ്ത് തന്നെന്ന് നിങ്ങൾ നോക്കി നോക്കിയൊക്കെ മനസ്സിലാവും. ഒന്നുകൂടെ എടുത്ത് വെച്ച് കാണാം. ഇവർക്ക് ഫൈറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പേടിയാ. നമ്മളതിന് മുന്നേ നിന്ന് ചെയ്ത് കൊടുക്കണം. അത് മനസ്സിലായേ? സത്യം അതെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സിറ്റിയിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിനകത്ത് കയറി വണ്ടി ഒന്നും മേടിക്കരുത്. നേരെ വരിക, പട്ടിയെ പോലെ പണിയെടുക്കുക. ഒരു 50 കിലോ ഫുഡും 50 കിലോ വെള്ളം, ഒരു 100 ലിറ്റർ വെള്ളം മേടിച്ചു വെക്കുക. ഇത് എങ്ങനെയാ പോണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓരോ സെക്കൻഡിലും ഇങ്ങനെ അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും മേടിക്കരുത്. വണ്ടിയൊക്കെ പിന്നെ ആവാം. വണ്ടിയൊക്കെ പിന്നെ വേണം ആരെങ്കിലും കട്ടോ മോട്ടിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചു കുറച്ചോ അല്ലെങ്കിൽ മറ്റേ സിറ്റിയിൽ മറ്റേ ടിവിയില് ലീഡർ ഉണ്ട്, പുള്ളി എടുത്ത് പറഞ്ഞാൽ പുള്ളി വണ്ടി മേടിച്ചു തരും. മനസ്സിലായ? അങ്ങനെ ജീവിക്കുക. ഇവിടെ ഫുഡും വെള്ളമാണ് വേണ്ടത് നമുക്ക്. ഇവിടെ ഫുഡും വെള്ളം ഇല്ലാതെ ഒന്നും ചെയ്യാനില്ല നമുക്ക്. അതേപോലത്തെ ഇങ്ങനെ ഫുഡും വെള്ളവും കുറയുന്നത് ഞാൻ കണ്ടിട്ടില്ലടാ. ദുരന്തർ കണ്ടോ? എടാ ഞാൻ ദുരന്തർ ഫസ്റ്റ് ഇന്നലെ കണ്ടു തീർത്ത്. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇത് പറഞ്ഞ ഒഫൻസീവ് ആണെന്ന് അറിഞ്ഞൂടാ. ആ പടം കണ്ടു തീർത്തപ്പോ എനിക്ക് മനസ്സിലായി അത് എന്തുകൊണ്ടാണ് തിയേറ്ററിൽ ഓടിക്കാൻ ആൾക്കാർ പേടിച്ചതെന്ന്. ഒന്നും ഞാൻ പറയണില്ല. ആ പടം കണ്ടു തീർത്തപ്പോ ദുരന്തർ 1 ഫസ്റ്റ് കണ്ടു തീർത്തപ്പോ എനിക്ക് മനസ്സിലായി അത് എന്തുകൊണ്ടാണ് തിയേറ്ററിൽ ഓടിക്കാൻ ആൾക്കാർക്ക് ഇത്രയും പേടി. അതിനകത്ത് പേടിച്ചെന്ന് ആ പടം കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്റെ അമ്മ എന്തൊരു മേക്കിംഗ് ആണ്. ഞാൻ പറയണത് അത് മാത്രമല്ല, അതൊരു മ്യൂസിക്കൽ ട്രീറ്റോട് ആ ഫിലിം പറയാതിരിക്കാൻ വയ്യേട്ടാ. മ്യൂസിക്കൽ ട്രീറ്റും കൂടിയാണ് ആ ഒരു ഫിലിം. അത്രയും കിടില ഒരു മീൻസ് അങ്ങനത്തെ ഒരു റേജ് പടത്തിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ കുറെ പാട്ടുകൾ. മറ്റേ പുള്ളിയുടെ ഒക്കെ എൻട്രി കണ്ടിട്ടുണ്ടോ? മറ്റേ റഹീമോ എന്തായിരുന്നു പുള്ളിയുടെ പേരെന്തായിരുന്നു? റഹ്മാനാണോ റഹീം എന്തോ അങ്ങനത്തെ വരില്ലായിരുന്നു പേര്. മറ്റേ ഇലക്ഷന് നിൽക്കുന്ന റഹ്മാനാന്ന് തോന്നല്ലേ. പുള്ളിക്ക് കൊടുത്തേക്കുന്ന സ്വാഗും ബീജിയും എന്റെ പൊന്നോ ഒരു രക്ഷയില്ല ഗൈസ്. ദുരന്തർ ഫസ്റ്റ് കണ്ടിട്ടില്ലാത്തവര് വേഗം കണ്ടിട്ട് ഞാൻ സെക്കൻഡ് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിട്ടാ ഫസ്റ്റ് ഇന്നലെ ഇരുന്ന് കണ്ടത്. ഞങ്ങൾ മിക്കവാറും ബാംഗ്ലൂർ പോകുമ്പോ ഞങ്ങൾ അവിടെ പോയി ആടും ഇത് ഒരുമിച്ച് അങ്ങ് കാണാം. എന്റെ പൊന്നോ എന്തൊരു സാധനോന്നറിയോ അത്. ഒറ്റ പ്രശ്നമുള്ളൂ, പണം തുടങ്ങി കഴിഞ്ഞാൽ തീരൂല. പിന്നെ
തിന്ന് 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 4 കിലോ ചോറ് തിന്നിട്ടും പടം തീരണില്ല. പടം തീരണില്ല. 4 കിലോ ചോറ് തിന്നു കഴിഞ്ഞു അപ്പോഴും പടം തീർന്നില്ല. അതാണ് പ്രശ്നം. 3.5-4 മണിക്കൂർ പടം. ഈഗിള് ലൈവ് ഉണ്ടോ? ഇല്ല ബ്രോ, ഈഗിൾ ഇപ്പോഴേ ലൈവ് ഉണ്ടാവില്ല. കുറച്ച് ഈഗിള് ചെറിയൊരു ഗ്യാപ്പിലാണ്. തൽക്കാലം ഗ്യാങ് എന്നെ നോക്കാൻ ഏൽപ്പിച്ചേക്കുക. ഈഗിൾ ലൈവ് ഇല്ല. പക്ഷെ ബോറടിക്കില്ല. അയ്യോ അത് സത്യം ബ്രോ, അത് സത്യം. ബോറടിച്ചെന്ന് എനിക്കൊരു ലാഗേ ഫീൽ ചെയ്തില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അതും ചാപ്റ്റർ വൈസ് ആയോണ്ടേ ഓരോ ചാപ്റ്ററും ഭയങ്കര അടിപൊളിയായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മറ്റേ ബട്ടർഫ്ലൈ എഫക്റ്റോ അതില്ല. ആ ചാപ്റ്റർ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറയാതിരിക്കാൻ വയ്യ. ടൈമായി എടാ, ടൈമായി 5 മിനിറ്റ് കൂടെ വാ. നമുക്ക് അങ്ങോട്ട് പോവാ. വാ അല്ല നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാം. അല്ല ഇവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് പോണോ? ഓ ഓക്കെ 16 പേരുണ്ട്. ലോലൻ ഇല്ല ബ്രോ. ലോലൻ വാറിന് സ്കേറ്റ് ബോർഡ് യൂസ് ആക്കാൻ പറ്റുമോ? എടാ ഈ വാറിനൊക്കെ നമുക്ക് സ്കേറ്റ് ബോർഡ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റൂടാ? വഴി വിട്ട് ഓടുമ്പോ എന്ത് സ്കേറ്റ് ബോർഡ്, എന്ത് കാല്, എന്ത് കസറാണല്ലോ 5 പിക്കൊക്കെ. ചുമ്മാ ആളെ കാശ് നിർത്തിയതല്ലേ? പിന്നല്ലേ അടുത്ത സംസാരിക്കുമ്പോ അവരുടെ അടുത്ത് എല്ലാവരോടും സംസാരിക്കണം. എന്നെ പട്ടിയെ പോലെ തല്ലിയത്. ഒരു ദാക്ഷിണ്യം ഉണ്ടായില്ല. റേറ്റ് ഇച്ചിരി കൂടുതലാ കേട്ടോ അവന്മാര്. ആണല്ലേ? പിന്നെ എനിക്ക് പെരുന്നാൾ അടിയാ കിട്ടിയത്. ആ ഒത്ത നടുക്ക് സർക്കസ് കാണിച്ചിരുന്നത് ഞാനായിരുന്നു കേട്ടാ. നല്ല കാര്യങ്ങളാ ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് റേഡിയോയില് കോളൊക്കെ കേട്ടിട്ട് ഞാൻ നോക്കുമ്പോ ആരണ്ടൊക്കെ ഇരുന്ന് കരയുന്നു. എടാ എന്നെ അടിക്കില്ലേ കട്ടുകൊണ്ടിടാന്നൊക്കെ പറഞ്ഞ് കരയുന്നു. ഞാൻ നോക്കിയപ്പോ ഞാൻ എന്റെ കുറിപ്പിനെയും അമ്പത്തൂരിനെ അങ്ങ് പറഞ്ഞു വിട്ടു. എടാ നിങ്ങൾ നടന്നു കാരണം നിങ്ങൾ അവിടെ ഭയങ്കര അടി, പൊരിഞ്ഞടി, മലത്തി അടിക്കുന്നു. ശ്രദ്ധിക്കണമെന്നോ? എന്താ അണ്ണാ ഞാൻ 1 മന്തായി ഇവിടെ പെട്ടിരിക്കുക. പ്ലീസ് പ്രേ ഫോർ മീ. ഞാൻ നോക്കുമ്പോ ഇവര് തല്ലുകൊള്ളുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണോ ഞാൻ അവിടെ നിന്ന് മാറി തിരിച്ചു പോണേ? നടന്നു വരുന്നത്. അടുത്ത പ്രശ്നം എനിക്ക് അടുത്ത പ്രശ്നം വന്ന് മൗസ് കുത്തിയിട്ടെ വാ തുടങ്ങുമ്പോ മൗസ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യാൻ ഓർമ്മിപ്പിക്കണേ എന്നെ. ചാർജർ ചെയ്യുന്നത് അല്ല, ഞാൻ ഇത് വെച്ച് വള്ളിയിലൊക്കെ മാരിച്ച് ഞാൻ എങ്ങനെയുണ്ടായിരുന്നു? എടാ കേക്കാവോ? ഹലോ ഹലോ. അയ്യോ എന്റെ ഇത് പോയടാ. എടാ ഹലോ കേക്കാവോ? എന്റെ മൗസ് വർക്ക് ആവണില്ല. ഹലോ ആരി എടാ കേക്കാവോ? ആ എടാ എന്റെ മൗസ് വർക്കിങ് ഞാൻ കുത്തിയിട്ടതാ. അതാണ് ഇത് പറ്റിപ്പോയത്. നീ എന്താ ചോദിച്ചേ? എടാ പ്രീവർ അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ TDM കയറി ഗ്രൈൻഡ് ചെയ്തതിന്റെ ഒരു റിസൾട്ട് എനിക്ക് വാറിൽ കാണാൻ പറ്റി. ഇറങ്ങിയതാണ് 2 പിക്ക്. പക്ഷെ കുറച്ചും കൂടെ നിന്ന് വെയിറ്റ് ചെയ്ത് കളിച്ചിരുന്ന കുറച്ചുകൂടെ പിക്ക് എടുക്കായിരുന്നു. ഞാൻ ഇന്ന് TDM ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാ കയറിയത്. അതെ ഹാരിസാറ്റ് ബ്രോ, ഞാൻ കുവൈറ്റിലാണ്. 28 നാട്ടിൽ വരണമായിരുന്നു. മിസൈൽ ഇട്ടായിരുന്നു. അയ്യോ ഹാരി ബ്രോ, എല്ലാം സെറ്റാവും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇല്ല ഇത് വണ്ടിക്ക് ഇടാതെ എന്തിനു ചെയ്യണ? ആരും വന്നിപ്പോ ചോദിച്ചായിരുന്നു ഇത് ടിവിയിലെ ലീഡറാണ്. ആര്? ഹലോ വാസുടാ, തിരക്കാണോ? വാറിന് പോ നിൽക്കുവായിരുന്നു. ആരായിരുന്നു? സൈഫർ. ആ സൈഫർ. എടാ നീ വാർ കേട്ടിയാ നിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാവേ. നിന്റെ നമ്പർ ഞാൻ കാണാൻ പഠിച്ചു. 602 405 9714 അല്ലേ? അതെ. ആ ഓക്കെ, ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചോളാം. ഓക്കെ. ഓക്കെ
എല്ലാം മണ്ടന്മാരാണ്. 45 അവര് വാറിട്ടില്ലടാ. അതാ വി ഗാങ് യു കെ ഡിക്ലെയറിംഗ് വാർ അഗൈൻസ്റ്റ് ടി വി. അതാ ഇട്ടിട്ട് ഹലോ പോ. അണ്ണാ ഈ വണ്ടി അണ്ണാ ഹെൽമെറ്റ് ഓ അകത് വെക്കണമായിരുന്നല്ലേ. ഞാൻ പണ്ടത്തെ MS-30 മാറാന്ന് വിചാരിച്ചത്. കേറ് അണ്ണാ ഓക്കെയല്ലേ? ഈ വണ്ടി ഓ ഓൾ ഗുഡ്റാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എന്തിനാണെന്നറിയോ സ്റ്റീവേ? ചാവേർപ്പട അണ്ണൻ നേരത്തെ കൊടുത്തൊരു ഇമ്പാക്ടിന് സപ്പോർട്ട് ചെയ്ത് കൂടെ ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഒരു പരീക്ഷണം ചെയ്യാൻ പോവാണേ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇടയ്ക്ക് വെച്ച് ഞാൻ എവിടെയെങ്കിലും അനങ്ങാതെ നിന്നാൽ എൻ്റെ മൗസ് ഓഫായി എന്നാണ് അർത്ഥം. ഇത് കണ്ടോ, മൗസിന് ഒട്ടും ചാർജ് ഇല്ല. ഞാൻ പറഞ്ഞേ പ്രശ്നേശായടാ ഞാൻ. എനിക്ക് എന്നും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും. അതെ ഞാൻ അനങ്ങാതെ നിൽക്കുന്ന കണ്ടാൽ അക്സെപ്റ്റ് ഇട്ടാരടാ. നിങ്ങൾ അണ്ണായി കുത്തിക്കോണേ. 3-4 പേരൊക്കെ ഉള്ളവരൊക്കെ അണ്ണായി കുത്തിക്കോണേ. നമ്മൾ അണ്ണായി കുത്തുന്നുണ്ട്. ഞാൻ കുത്തുക. ഞാൻ 2 പേരേ ഉള്ളൂ. നീ ടയർ പൊട്ടിക്കും. റേഡിയോ ഒക്കെ ഉണ്ട്. 16 അതില് ആരാ ഒരാള് എക്സ്ട്രാ. എന്താടാ അവനെ ഒന്ന് വിളിച്ച് ആരെങ്കിലും ഒന്ന് ഇറക്കി വിടൂ കണ്ണാപ്പി. AFK പോയേക്കോ. ഞാൻ അവനൊന്ന് കോൾ വിളിക്കട്ടെ. അണ്ണാ ഈ വാറ് കഴിഞ്ഞാൽ നേരെ ബാക്കിലുള്ള കട്ടിലോട്ട് ഒരു ചെരിവാണ്. എന്താ ഗട്ടറാ? കട്ടിലോട്ട് നേരെ ഒരു ചെരിവാണ്. എന്താ പറ്റി? നീ ഉറങ്ങിയില്ലേ? ഞാൻ എന്റെ അണ്ണനോട് നേരെ ഇപ്പൊ വിളിച്ചു വീടത്ത് കയറിയതുള്ളൂ. ചന്തി ഒന്ന് കട്ടിലാണെങ്കിലും എന്താന്ന് കേട്ടില്ല. എന്തേലും പറഞ്ഞ സ്റ്റീവിന്റെ ചന്തി ഒന്ന് കയറി പിടിക്കണോന്ന്. പിടിച്ചേക്കുവാ. നീ വിടുവാ. എനിക്ക് കഴിഞ്ഞ 1 2 3 5 വണ്ടിയുള്ളോടാ പറഞ്ഞ്. ടോട്ടൽ എത്ര വണ്ടിയുണ്ട്? 6 ഉണ്ട്. ഇത് പാണ്ടിയായിരിക്കും. ഞാൻ അവനെ കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അഡ്മിൻ അവിടെ വന്നിട്ട് സ്റ്റീവേ എന്നെ ലൈനപ്പിൽ ഞാൻ ഓടിക്കുമ്പോഴാ ടീപ്പ് അടിച്ച് കോള് വിളിച്ചപ്പോ ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് സംസാരിച്ചു പോയതാ. എടുത്ത് മുള്ളാൻ പോയി. വെടിവെച്ച് കളയാൻ ബുള്ളറ്റ് ഉണ്ടോ നോക്കട്ടെ. ആളെ കൊല്ലാനല്ലേ. ഇവനെയൊക്കെ 2 പിക്ക് എടുത്ത് കിട്ടാലോ. ഇവന് ശരിയായ 3 ടാപ്പ്. ഇതാരും MRC ആണോ? അല്ല ബ്രോ. നിങ്ങൾ ഏതാ ഗ്യാങ്? നമ്മള് VNV. നിങ്ങളുടെ MRCയുടെ ഏകദേശം ഒരേ കളറല്ലേ?
ചെറുതായിട്ട് ചെറുതായിട്ട് ഗോൾഡൻ. ആ ഒരു ഇതുണ്ട് അതെ അതെ. രണ്ടുപേർക്കും ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ MRC ഒക്കെ വാറുന്ന ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. മൊത്തം കൺഫ്യൂഷൻ. ഇങ്ങനെ എന്തെങ്കിലും ബ്രാവ് ആയിരിക്കും ചുറ്റിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. ഞങ്ങള് UK വാറ പ്രീവാറാണോ? നമ്മള് അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാം നമുക്ക് അറിയാവുന്നവരല്ലേ. വണ്ടി എടുത്ത് ഹോസ്റ്റേജ് ആക്കുമല്ലോ. വണ്ടി എടുത്തല്ല ഹോസ്റ്റേജ് ആക്കുമോ? ഇല്ല ആ ഒരുത്തൻ ചത്ത് നമ്മുടെ. എടാ ഒരു ദിവസം ഇവിടെ എത്ര വാറട നടക്കണം. ഈ അഡ്മിൻസിനൊക്കെ പ്രാന്ത് പിടിക്കൂലടാ. നമുക്ക് ഒരു വാറിന് തന്നെ പ്രീ വാറെന്ന് പറഞ്ഞ് ഇരിക്കാൻ വയ്യ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ കേസ് ഒരു വാറ് പ്രീ വാറെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നോക്ക്. ഞാൻ വന്ന് ഒരു 10 മിനിറ്റ് സംസാരിച്ച് വാറ് ഇതെന്നുള്ള രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് ഇതാക്കി പ്രീ വാറും കഴിഞ്ഞപ്പോഴത്തേന് 2 മണിക്കൂർ തീർന്നു. അതായത് ഞാൻ ഒരു ഗ്യാങ്ങിന്റെ സിറ്റുവേഷനാ പറയണേ. അവർക്ക് അത്രയും വ്യൂസ് കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ വേറൊരു കാര്യം പറയാം ബ്രോ, ഇവർക്കൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സ്ട്രീമേഴ്സിന്റെ അത്ര ഇൻകം ഒന്നും ഇല്ല. എന്നിട്ടും ബ്രാവോ ഇവർ ഇത്രയും പേരെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല ശരിക്കും എക്സ്ലാൻഡിസിന്റെ പുറകിൽ ഒരു വലിയ ക്രൂ ഉണ്ട്. അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ നിങ്ങൾക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ഈ അഡ്മിൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലെ സെർവർ ഓണർ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് അധികം എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ അഡ്മിൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്. എന്ന് വെച്ചാൽ റിയൽ ലൈഫിൽ കോണ്ടാക്ട് അല്ലെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു സെർവർ ഓണർ ആയിട്ടില്ല. ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് ഇപ്പൊ മനസ്സിലായി തുടങ്ങിയത്. ഒരു സെർവർ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, FRPക്ക് ഒരു ടീം, വണ്ടിപ്പണി ഇതെല്ലാം ഒരു ടീം, ഈ ടിക്കറ്റ് ഒക്കെ നിങ്ങൾ എടുക്കുന്ന പ്രീമിയത്തിനെല്ലാം ഒരു ടീം, ഈ ഗ്യാങ് ആക്ടിവിറ്റീസ് നോക്കാൻ ഒരാള്, ഗോഗു അങ്ങനല്ലടാ. നിങ്ങൾക്ക് ഗോഗുവിനെ അറിയാത്തോണ്ടാ. ഗോഗു ഓണർ ആയിരുന്നുകൊണ്ടും അവൻ ഒരു റൈറ്റിൽ ഒന്നിലും പോത്തില്ലായിരുന്നു. അവന്റെ കാര്യം അഡ്മിൻ സ്പെക്ട് മാത്രം ചെയ്ത് അങ്ങനെ ലൈക്ക് നമ്മൾ ആ സമയത്ത് സെർവറിനെ പറ്റി ഒന്നും സംസാരിക്കത്തില്ല. മനസ്സിലായ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഇപ്പം ബ്രാവോയെ നേരിട്ട് കാണുമ്പോ എനിക്കറിയാം അവനിങ്ങനെ 24 മണിക്കൂറും കോള് വന്നോണ്ടിരിക്കും. സെർവർ അടിച്ചു പോയിട്ടുണ്ടേ. അപ്പൊ ബ്രാവോ പറയും ഞാനൊരു മാല പണയം വെച്ചിട്ടുണ്ട്, ഒരു ഫണ്ട് ഇപ്പൊ വരും, അതങ്ങ് അപ്പ് ചെയ്ത് തരാം എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ കോള് വരും, വീണ്ടും ഇട്ടതും പോയി, എന്നാലും ഞാൻ വല്ല ഗോൾഡ് വല്ല അറേഞ്ച് ചെയ്യാൻ നോക്കട്ടെ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സെർവർ ഇവിടെ വരെ എത്തിയത്. ആൻഡ് ഈ നിങ്ങൾക്ക് വേറെ അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബ്രാവോ ഇപ്പം ഈ സെർവറിൽ ഇത്രയും വർഷമായിട്ട് ഒരു 10-20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവന്റെ റിയൽ ലൈഫിലുള്ള ഒരു 10-20 ലക്ഷം രൂപ അവൻ ഇതിനകത്ത് ഇട്ടാണ് ഈ സെർവർ ബിൽഡ് ചെയ്ത് ഇവിടെ എത്തിച്ചേക്കുന്നത്. 20 ലക്ഷം രൂപ എന്തോ ഈ സെർവറിന് ഇപ്പോൾ വാല്യൂ ഉണ്ട് ടോട്ടല്. ഇതിനകത്ത് സ്ക്രിപ്റ്റ് ആൾക്കാരുടെ എല്ലാം ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു 20 lakhs അടുപ്പിച്ച് ഈ സെർവറിനകത്ത് റോൾ ചെയ്തോണ്ടിരിക്കണം അവൻ. അത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തായിരിക്കും ലൈക്ക് എന്തോരം സാധനങ്ങൾ. ഗൈസ് ഈ ഡെവലപ്പേഴ്സിനൊക്കെ നല്ല എമൗണ്ട് കൊടുക്കണം ഗൈസ്. പിന്നെ ഈ സ്ക്രിപ്റ്റിനൊന്നും നിങ്ങൾ വിചാരിക്കുന്ന വിലയല്ല. റിട്ടേൺ ഇല്ല ഗൈസ്, റിട്ടേൺ ഭയങ്കര കുറവാണ്. ഞാൻ അവനോട് പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനെ ഓവറായിട്ട്, ഞാൻ അവനോട് ഓൾറെഡി പറഞ്ഞ് ബ്രാവോ ഇതിനകത്ത് ഓവറായിട്ട് നീ പൈസ മുടക്കരുത്, ഭയങ്കര റിട്ടേൺ കിട്ടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ TV ഇവിടെ വന്നതിന് ശേഷം അക്കൗണ്ട് എല്ലാം കൂടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് റിട്ടേൺ ഉണ്ട് ഗൈസ് എന്ന് കരുതി. എന്ന് വെച്ചാൽ അതുവരെ അവൻ ഈ സെർവർ ഓടിച്ചോണ്ടിരുന്നത് കയ്യിലെ സാധനങ്ങളും അസറ്റ്സും വിറ്റ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇതിനകത്തുനിന്ന് കിട്ടുന്ന പ്രീമിയത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും സെർവറിന്റെ റെന്റുകളൊക്കെ അടഞ്ഞു പോകുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യം ഞാൻ അവന്റെ പ്രോഫിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പം കറന്റ്ലി അവന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കണ്ട മന്ത്ലി എക്സ്പെൻസസിന്. ഹോസ്റ്റിനൊക്കെ മന്ത്ലി എനിക്ക് തോന്നുന്നു 40,000-50,000 രൂപ എന്തോ ഉണ്ട്. ഒരു മാസം 50,000 രൂപ റെന്റ് എന്തോ ഉണ്ട് ഇതിന്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിന്റെ പുറകില് അതായത് ഇത്രയും പ്ലെയർ കൗണ്ട് ഉള്ള ഒരു സിറ്റി നമ്മൾ ഇതിനു മുമ്പും കളിച്ചിട്ടില്ല. 600 പേരുടെ പ്ലെയർ കൗണ്ട് ഉള്ള ഏതോ നമ്മൾ കളിച്ചിട്ടുള്ള ഒരു സെർവറിലും ഉണ്ടായിട്ടില്ല. നമുക്ക് വാർ ശ്രദ്ധിക്കണേന്നോ? നോട്ട് ജസ്റ്റ് എ ഗെയിം. അതെ ഉറപ്പായിട്ടും
എന്താണ് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ലല്ലോ ഗൈസ്. എന്താണ് ആരെങ്കിലും എന്തെങ്കിലും ഇതുവല്ലോ ചെയ്തായിരുന്നോ? ഹാരിസാന്റെ ബ്രോ ആണോ ചെയ്തത്? അണ്ണാ ഒരു ഗിഫ്റ്റ് വെച്ചിരുന്നു, അണ്ണ ആൽക്കഹോൾ യൂസ് ചെയ്യില്ലല്ലോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഹാരിസാന്റെ ബ്രോ അത് കുഴപ്പമില്ല. ഹാരിസാന്റെ ബ്രോ അത് നമുക്ക് ഇവിടെ നമ്മുടെ വീടിന്റെ അവിടെ പറമ്പിലൊക്കെ വരുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആണെങ്കിൽ ഡെയിലി ആൽക്കഹോളാണ്. ഞാൻ അവർക്ക് കൊടുത്തോളാം. കുഴി പോയെന്നാ ഗ്രാൻഡ് ആർ പി ബ്രോ. ഗ്രാൻഡ് ആർ പി ഒന്നും ഇല്ല, സിറ്റുവേഷൻ ഇല്ല, കമ്മിറ്റ് ആയില്ല ഗൈസ്. ഗ്രാൻഡ് ആർ പി ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന ലീഗൊന്നും അല്ല. ഗ്രാൻഡ് ആർ പിയിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ പോയാലും ഒരു 1 കോടി രൂപ മുകളിലുണ്ടാവും. അവരുടെ മന്ത്ലി ഏണിങ്സ് തന്നെ 10-30 ലക്ഷം 40 ലക്ഷം രൂപ ഉണ്ടാവും. മനസ്സിലായോ? ഗ്രാൻഡ് ആർ പി നിങ്ങൾ എന്തോ വിചാരിച്ചേ? ഗ്രാൻഡ് ആർ പി നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു നോർമൽ സെർവർ അല്ല ഗ്രാൻഡ് ആർ പി. ഗ്രാൻഡ് ആർ പിയിൽ ആൾക്കാർ ജീവിക്കുകയോ ചെയ്യണം. മനസ്സിലായോ? അവിടെ ഫുള്ള് ഭയങ്കര പ്രോപ്പർ ഗ്രൈൻഡിങ് ആണ് ആ സെർവർ. എടാ ഇറ്റാച്ചി ഗ്രാൻഡ് ആർ പി ഒക്കെ മന്ത്ലി എങ്ങനെ പോലും 10-20 ലക്ഷം രൂപ മുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സെർവർ അല്ലേ? അവിടെ എളുപ്പകാലത്ത് വരെ 200 പ്ലേയേഴ്സ് ഉണ്ട്. അവർക്ക് നല്ല പ്ലെയർ ബേസ് ഉണ്ടല്ലോ. അതെ. എത്ര ഓൺലൈൻ എത്ര? 3000 2000 അത്രയൊക്കെ ഉണ്ട്. റേജിലല്ലേ ഇതിരിക്കുന്നേ? രാവിലെ വെളുപ്പകൽ 5 മണിക്ക് 800ഓളം പ്ലേയേഴ്സ് ഉണ്ട്. ഗൈസ് നിങ്ങൾക്ക് വേറെ കാര്യം അറിയാമോ? നമുക്ക് ഈ ഗ്രാൻഡ് ആർ പിക്കാരുണ്ടല്ലോ, സ്ട്രീമേഴ്സിന് പൈസ പേ ചെയ്യും. ആൾക്കാരൊക്കെ അത് എടുക്കുമ്പോ തന്നെ ആ സെർവർ ഓടിക്കാനുള്ള പൈസ ഉണ്ടാവും. അമ്മമാർ കൊടുക്കത്തെ ഫണ്ടാണോ? അമ്മമാർ കൊടുക്കത്തെ ബാക്കപ്പാ. ഗൈസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഗ്രാൻഡ് ആർ പി നമ്മൾ ഫ്രീ ആയിട്ട് കളിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ആർ പിയിലെ ഗൈസ് ഏറ്റവും ലാസ്റ്റില്, അതായത് ഒരു 2 വർഷം മുമ്പ് എന്തോ തോന്നുന്നു ഞാൻ ലാസ്റ്റ് ഗ്രാൻഡ് ആർ പി കയറി. ഗ്രാൻഡ് ആർ പി കയറി ഒരു ദിവസം സ്ട്രീം ചെയ്തതിന് അവന്മാര് നമുക്ക് അയച്ചു തന്നത് ഒരു ഇന്ത്യൻ റുപ്പി ഏകദേശം 45,000 രൂപയാണ് എനിക്ക് അയച്ചു തന്നത്. അതുപോലെ ടി വിയിലെ നമുക്ക് അപ്പൊ ടി വിയിലെ എല്ലാ പിള്ളേരെയും നമ്മൾ കയറ്റി ഇതാക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇതെടുത്തു കൊടുത്തു. മനസ്സിലായോ? ഒരു ദിവസം അവരുടെ സെർവർ ഇട്ട് കളിച്ചതിന് നമുക്ക് അയച്ചു തന്നു. അത്രയാണ്, ഒരു 2.5 വർഷം മുമ്പ്. അത് കഴിഞ്ഞിട്ടും അവന്മാർ കുറെ വട്ടം നമ്മളെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു സ്ഥിരമായിട്ട് കളിക്കാവോ, പക്ഷെ നമുക്ക് ആ സാധനം ഇതാകത്തില്ല. അവർ മന്ത്ലി കോൺട്രാക്ട് ഒക്കെ തരാൻ റെഡിയാ. അതായത് ഇത്ര എമൗണ്ട് നമുക്ക് മന്ത്ലി തരും. മന്ത്ലി തന്നിട്ട് നമ്മൾ അവിടെ റെഗുലർ ആയിട്ട് കളിച്ച. പക്ഷെ പ്രശ്നം ഇതാണ്, നമുക്കൊരു പ്രോപ്പർ നമുക്ക് ഒന്നിനോടെ ഒരു കിട്ടത്തില്ല. ഇപ്പൊ 189 ഞാൻ പറഞ്ഞില്ലേ, ഗ്രാൻഡ് ആർ പി നിങ്ങൾ വിചാരിക്കുന്ന ലീഗ് ഒന്നും അല്ല. അതായത് നമുക്കൊന്ന് സെറ്റ് ആക്കാടാ കഴിഞ്ഞിട്ടെ. ഗ്രാൻഡ് ആർ പി ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന ലീഗേ അല്ല. അതൊക്കെ ഔട്ട് ഓഫ് ദി ലീഗ് സാധനം. നമുക്കൊന്ന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. ആ സെർവറിന്റെ ബാക്കപ്പും സെർവറിന്റെ ഇൻവെസ്റ്റ്മെന്റും സെർവറിന്റെ റിട്ടേണും ഒന്നും. ആവുന്ന കാലത്ത് നല്ലൊരു സെർവർ ഉണ്ടാക്കിയിട്ട് ജീവിതകാലം മൊത്തം സെറ്റിൽഡാ. വാറ് ശ്രദ്ധിക്കും ബ്രോ, വാറ് തുടങ്ങട്ടെ ബ്രോ. നിങ്ങളൊന്ന് ചില്ലാവ്. ഞാൻ ഇങ്ങനെ പ്രഷർ ചെയ്തോണ്ടിരിക്കണോ പ്ലേയേഴ്സിനെ? ഗൈസ് അതല്ല, ആ ലീഡിങ്ങിന്റെ കാലമൊക്കെ കഴിഞ്ഞു ഗൈസ്. നിങ്ങൾ എത്രത്തോളം പിള്ളേരായിട്ട് ഇപ്പൊ ഇന്ററാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് നിൽക്കുമോ അവർക്ക് അത്രയും സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇൻ കേസ് ഞാൻ എന്തെങ്കിലും ഒന്ന് ഹാർഷായിട്ട് പറഞ്ഞാൽ പോലും അവന്മാർക്ക് ഇപ്പൊ അങ്ങനെ ഹാർഡ് ഫീലിങ്സ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം നിൽക്കുന്നത് എന്റെ ഡ്രീം ടി വിയിലാണ്. ഞാൻ സത്യം പറയാലോ, ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിച്ച ടി വി എവിടെ എത്തിക്കണം എന്ന് ആഗ്രഹിച്ച അവിടെയാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഞാൻ പറയണത് അത് വാർ ജയിക്കുന്നതിന്റെ തോക്കുന്നതിന്റെ ഒന്നുമല്ല. നമ്മളെല്ലാവരുമായിട്ടുള്ള ബന്ധം, ഇന്ററാക്ഷൻ, ആ സാധനം അത് വെച്ച് നോക്കുമ്പോ അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് ഇവര് ചില്ലായിട്ട് നിൽക്കും. എല്ലാരും ഇപ്പൊ വാർ തുടങ്ങുമ്പോ അവര് സീരിയസ് ആയിക്കോളും. 12 മണിയായി. നമ്മൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തായിരുന്നു ബ്രോ. അല്ലാതെ ഇവരെ ഇങ്ങനെ മറ്റേ ഇതായിട്ട് ഇത് ചെയ്തിരുന്ന നമ്മളെ കത്തിപ്പോയ ആൾക്കാര്. എടാ രണ്ടുപേര് കത്തിപ്പോയി. നീ ഉറക്കത്തിൽ നിന്നിട്ടുള്ള നിന്റെ സൗണ്ട് മാറിയിട്ടില്ലല്ലോ. ജലദോഷം പിടിച്ചു. ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് കയറിയുള്ളൂ. നേരെ ഒന്ന് കളിക്കാൻ കഴിയുമോ? നിനക്ക് 365 FPS ഇവിടെ.
എടാ എനിക്ക് എന്താണ് അത് കിട്ടാത്ത എനിക്ക് മനസ്സിലാവണല്ലോടാ. അണ്ണന്റെ പ്രൊസസർ മൾട്ടി ടാസ്കിങ്ങിനുള്ള പ്രൊസസർ അല്ലേ വെച്ചിരിക്കുന്നത്? റൈസൻ 7 തന്നെ എടുത്താൽ മതിയായിരുന്നല്ലേ? 9 എടുക്കണ്ടായിരുന്നല്ലേ? പക്ഷെ കുഴപ്പമില്ല, അതിൽ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ മാത്രം റൈസൻ 7ലേക്ക് പോയാൽ മതി. സത്യം പറഞ്ഞല്ലോ, ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് പക്ഷെ റൈസൻ 9 ഇത് ഏറ്റവും പുതിയ കാർഡാണ് ഞാൻ വെച്ചേക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന കാർഡ് എന്തിനാണെന്ന് വെച്ചാൽ, പ്രൊസസർ എന്തിനാന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് മറ്റേ എന്താ മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യണം, എഡിറ്റിങ്, VFX അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മദർ ബോർഡാണ് ഇപ്പൊ കറന്റ് ഞാൻ വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഗെയിമിങ്ങിന് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് റൈസൻ 7. എടാ അത് ഏതായിരുന്നു മോഡൽ? ഏതായിരുന്നു? റൈസൻ 7 9800X 3D ആണ് എന്റെ ഉള്ളത്. അതിനെക്കാട്ടും ബെറ്റർ 9850X 3D. 9850X 3D അല്ലേ? 9850X 3D. ആ പ്രൊസസറാണ് കുറച്ചുകൂടെ നല്ലത് കമ്പാരിറ്റീവ്ലി. അല്ല, എന്റെ പ്രൊസസർ വെച്ച് നോക്കുമ്പോൾ എന്തിനേക്കാൾ ഒരുപാട് വില കുറവാണ് അതിന്. വിലയുടെ അല്ല, അത് ഓരോ പെർഫോമൻസ് ഓരോ സാധനമുണ്ട്. ഇല്ല, അത് നമുക്ക് വേറെ സീനൊന്നുമില്ല. എന്തായാലും മറ്റേ പുതിയ വാട്ടർ ലൂപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഈ മദർ ബോർഡ് തന്നെയാണ് വെക്കണേ. അപ്പൊ മറ്റേ മദർ ബോർഡ് ഒരെണ്ണം എടുത്തിട്ട് ഈ മദർ ബോർഡ് അതിനകത്ത് വെച്ചാൽ മതി. വേറെ വലിയ ടാസ്ക് ഒന്നും ഇല്ല. നോക്കിയോ, ഞാൻ അവരുടെ എന്തായാലും പറഞ്ഞു നോക്കാം. ഇത് GTA മാത്രം, GTA ആണ് മെയിൻ ആയിട്ട്. FPS മറ്റേ CPU ഓറിയന്റഡ്. എനിക്കിപ്പോ വാലറന്റിന് 1000 FPS ഒക്കെ കിട്ടണം ഇതിനകത്ത്. The people here, they doesn't know there is TV is a part of our family. Alexander bro, thank you so much for the 500. Thank you so much. Means a lot. വാലറന്റ് എനിക്ക് 1000-900 FPS ആണ് ബ്രോ. ഞാൻ തമാശയല്ല, ഞാൻ സ്റ്റോറി ഇട്ട് കാണിച്ചു തരാം. ഞാൻ സ്ട്രീമിൽ നോക്കിയില്ല. ഓഫ് സ്ട്രീമിൽ എനിക്ക് 900 to 1000 FPS ആണ് എനിക്കിപ്പോൾ കറന്റ്ലി. പക്ഷെ വാലറന്റ് ഇപ്പൊ കളിക്കാറില്ലല്ലോ നമ്മള്. എനിക്ക് ഇതിനൊന്നും ഒരു PUBG PC-ക്കൊന്നും ഒരു കുഴപ്പമില്ല. PUBG PC അൾട്രയിലിട്ടാ സ്ട്രീം ചെയ്യണേ. അൾട്രയില് ഞാൻ PUBG PC മണിക്കൂറുകൾ സ്ട്രീം ചെയ്താലും എനിക്കൊരു ലാഗും ഇല്ല. പക്ഷെ വെടികൊണ്ട് ചാവും എപ്പോഴും അവിടെ. അതാണ് ആ ഗെയിമിന്റെ പ്രശ്നം. അവിടെ കുറെ പേര് നമ്മളെ വെടിവെച്ചിടാനിരിപ്പുണ്ട്, അതാ പ്രശ്നം. ഇന്നല്ല അവളുടെ ബർത്ത്ഡേ, നാളെ അവളുടെ ബർത്ത്ഡേ. ഞാൻ പേടിച്ചു പോയി. 12/2 ഇപ്പൊ ഡിവോഴ്സ് ആയതിനെ ഞാൻ 12 മണിക്ക് വിഷ് ചെയ്തില്ലായിരുന്നെങ്കിൽ. പേടിപ്പിക്കാനായിട്ട് ഓരോരുത്തന്മാര്. ഇന്ന് രാത്രി 12 മണിക്കാണ്. 12/2 കേട്ടോ. ഞാൻ നോക്കിയപ്പോ 12/2 ഇവിടെ ചാറ്റിൽ ഓൾറെഡി എന്റെ പെണ്ണുപിള്ള വിഷ് ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അതൊക്കെ പ്രശ്നമാണ്. 1 മിനിറ്റ് ഒക്കെ വൈകിയ അവന്റെയൊക്കെ കറക്റ്റ് ഹാപ്പി ബർത്ത്ഡേ വാച്ച്. നാളെയാണ് അവളുടെ ബർത്ത്ഡേ. അയ്യോ, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ 12 മണിക്കൊക്കെ വിഷ് ചെയ്തേക്കണേ. ഇനി അതോ നിങ്ങൾ അബദ്ധത്തിൽ ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ 12 മണിക്ക് ഉറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൊക്കെ എണ്ണിട്ട് കഴിഞ്ഞാൽ 1500 മിസ് കോളും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ബ്ലോക്കഡും ആയിരിക്കും. ഒരു സംശയവും ഇല്ല. പെണ്ണില്ലാതെ ഞങ്ങളോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? സോറിടാ, ഞാൻ എന്റെ ഭാഗത്ത് സോറിടാ, ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല. എടാ ഗോഗു, നിനക്ക് കഴിച്ചിരിക്കണം നിനക്ക് കേട്ടാ. നീ ഒന്ന് വണ്ടി കയറി ഇരിക്കുവോ? ആളവിടെ കുറച്ചേരം ഇങ്ങനെ കിടക്കുന്നു. ഞാൻ വിചാരിച്ചു ചത്തന്ന്. ചന്തിയെ തൊലി റോഡി ഒട്ടിയിരുന്നത് ഇന്നലെ ഞാൻ നോക്കിയപ്പോ മെന്നിയെ ഇന്നലെ രാത്രി 12 മണി 1 മണി രാത്രി 1 മണി 2 മണി ആയപ്പോ മെന്നി ഇരുന്നൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. എന്റെ അമ്മോ, ചിരിച്ച് ചത്ത് അമ്മായിര്. ഒരു സൂപ്പർ മാർക്കറ്റും കടയിൽ സ്റ്റോക്ക് ചെയ്യാണ്, മോട്ടിക്കുന്നവനെ തല്ലിക്കൊല്ലുന്നു. എന്റെ ആളെയാ ചിരിച്ച് ചത്തി അമ്മായി ഇരുന്നല്ലേ. നിങ്ങൾ അതിൽ കണ്ടിലേക്ക് ആ സ്ട്രീം ഒന്ന് പോയി കണ്ടു നോക്കണം അവിടെ ഇന്നലത്തെ. അത് കളിക്കണം, അത് സൂപ്പർ മാർക്കറ്റ്. അല്ലേ
ഇറ്റാച്ചി ഈ മോണിറ്ററിൽ കാണിക്കുന്ന FPS-ഉം ഈ ഇതിനകത്ത് കാണിക്കുന്ന FPS ഏകദേശം സെയിം ആണോ? ആ ഏകദേശം സെയിം ആയിരിക്കും. എല്ലാ ഗെയിമിലും? ആ ഓൾമോസ്റ്റ് എല്ലാ ഗെയിമിലും സെയിം ആയിരിക്കും. അണ്ണന്റെ മോണിറ്ററിൽ എക്സ്പീരിയൻസ് ഒക്കെ കാണിക്കും. ആ എന്റെ മോണിറ്റർ കാണിക്കൂടാ. ഞാൻ ദുബായിൽ ഇരിക്കുന്ന 540 Hz മോണിറ്റർ ഇങ്ങ് കൊണ്ടുവരുവാടാ. അത്ര വേണ്ട. പക്ഷേ 540 കൊണ്ടുവന്നാലേ അണ്ണന് 300 FPS പോലും കിട്ടുന്നുണ്ടെങ്കിൽ കാര്യമില്ല. അതാ വേറെ പ്രശ്നം. പക്ഷെ പബ്ജിക്കൊക്കെ കിട്ടുന്നുണ്ടോ? പബ്ജിക്ക് എനിക്ക് 450-500 FPS ഉണ്ട്. ഈ 5M-ന്റെ പ്രശ്നമാണ്. എടാ ഇവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് 3 പേരും 4 പേരുള്ള വണ്ടി നേരെ അണ്ണാക്കിലും കുത്തിച്ചോളാം. നമുക്ക് എന്തായാലും കുത്തിയെന്ന് ഇറങ്ങാം. അത് വേണ്ട, അത് പറയണ്ട. കഴിഞ്ഞോട്ട് നോക്കി കുത്തിച്ചാ മതി ചേട്ടാ, അങ്ങനെ അണ്ണാക്കി കുത്തിക്കണമെന്നില്ല. ഗ്രാഫിക്സ് ഇട്ടാലും കണക്കാണ്. എടാ ഈ മാപ്പ് കളിക്കണമെങ്കിൽ എന്ത് ചെയ്യാന്ന് അറിയോ? മറ്റേ എല്ലാ ഗ്രാഫിക്സും പ്ലെയിൻ ആക്കി മറ്റേ പോച്ച പോലും ഇല്ലാത്ത ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. എന്നാലേ ഈ മാപ്പ് കളിക്കാൻ പറ്റത്തുള്ളൂ. പോച്ചയിലും മരത്തിന്റെ മൂട്ടിലും ഒക്കെ ഓരോരുത്തന്മാരിക്കും. പിന്നെ അതുപോലെയല്ല തല്ലിയത്. 5 പേര് ചേർന്ന് അടിച്ചല്ലേ. ഇടത്തോട്ട് പോയാലും അടി, വലത്തോട്ട് പോയാലും അടി. നേരെ വണ്ടി കയറാൻ വണ്ടിയില്ല. എങ്ങനെ ഡ്രോവ് കണ്ണടച്ചപ്പോ അത് തന്നെ മനസ്സില്. കാരണം വാർച്ചായിട്ട് കാണുന്നില്ല. അപ്പൊ റേഡിയോ നിങ്ങൾക്ക് ഞാൻ എവിടെ വെച്ച് തരണം ഇനി തൊട്ട്? വാറ് നടക്കുമ്പോ റേഡിയോ വേണമെങ്കിൽ ഇതാ ഇവിടെ വെച്ച് തരാം. അതാകുമ്പോ നിങ്ങൾക്ക് അവിടെയും കാണാം, വാർച്ചായിട്ടും കാണാം. ഓക്കെ അല്ലേ? ഇതാ ഇപ്പൊ നോക്ക്, സെറ്റ് കണ്ടോ? ഓൾ ഗുഡ് അല്ലേ? വരുന്നുണ്ട്. കറങ്ങിട്ടേ മണ്ടേ കൂടെ വരാം. ഈ സൈഡിൽ മണ്ടേ കൂടെ കറങ്ങി അമ്മ നോക്കണേ. ടിജിയുടെ വാറിന്റെ അവിടെ കൊണ്ട് വണ്ടി നിർത്തി ഞാൻ നൈസായിട്ട് അവരുടെ 2 പിക്ക് എടുത്തു. എവിടെയാലും ഒന്ന് കുത്തി തന്നാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ജോർജ് കുട്ടിയല്ലല്ലോ, വേറെന്തല്ലേ പേര്? ജോസ് കുട്ടിയാണോ? അതാ ഇവനോട് പറഞ്ഞു തെറ്റിച്ച് എന്റെയും കൂടെ. ജോർജ് കുട്ടിയാ അങ്ങനെയാണോ വിളിക്കണത്? ജ്യൂസ് കുട്ടി വിളിക്കും, ജ്യൂസ് കുട്ടി. നമ്മളായിട്ട് സിറ്റുവേഷൻ ഇല്ലാത്തപ്പോ നമ്മൾ അവരെ പറ്റി സംസാരിക്കാൻ പാടില്ലടാ. സിറ്റുവേഷൻ വരുമ്പോ ഈ പേരെന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. തീർച്ചയായും. ഡൊമിനിക്കിന്റെ ബാൻ മാറ്റി കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് ടിജിയുടെ സൈഡിൽ നിന്ന്. ഡൊമിനിക്കിന്റെ ബാൻ മാറ്റി കൊടുക്കാൻ പറ്റൂ എന്ന് എന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവര്. റോഡിൽ തന്നെയല്ലേ? എനിക്ക് മൈൻഡില് ഇതൊരു പ്ലെയറിന്റെ ഒരു ഇത് കട്ട് ഓഫ് ചെയ്തോന്നുള്ള ഒരു തോന്നല. അത് മാത്രമാണ് എന്റെ മൈൻഡിൽ ഒരു ഇതുള്ള. വേറെ ഒരു വിധത്തിൽ എനിക്കറിയാം അവൻ ഡിസേർവ്ഡ് ആണെന്ന്. പക്ഷെ റേജിൽ പറഞ്ഞു പോയിട്ട് ഒരു പ്ലെയറിന്റെ ഒരു കരിയർ ഞാൻ കട്ട് ഓഫ് ചെയ്തോന്നുള്ള ഒരു ഇതുണ്ട്. ഈ കല്ലെ കുത്തി അടിയാ, ഈ കല്ലെ കുത്തി അടി. നീ റിക്ഷോട്ട് കുത്തി അടിച്ചു.
എടാ അങ്ങോട്ട് ഒരുപാട് പോലെ മലയാളുണ്ട് തിരിച്ചോ റൈറ്റ് സൈഡ് മലയിൽ ഇറങ്ങിക്കണേ എടാ ഇത് മാർക്കില്. കാണാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ എങ്ങനെ മനസ്സിലാവും? എവിടെ അറിയാ ഇറങ്ങിയിരിക്കുന്നത്? ആടെ ഇറങ്ങി അടിച്ചോടാ, ഇറങ്ങി അടിച്ചോ. 10 ലക്ഷം മേടിക്കാനാ അതൊരു ഐഡിയ അല്ലേ? ഒരു 5 ലക്ഷം രൂപ അക്കൗണ്ടിലോട്ട് ഇടും, എന്നിട്ട് അതിന്റെ ബാൻ മേടിച്ചു തരാം. അത് അടിച്ചാ ടയർ അടിച്ചു കൊടുത്ത് അടിയടാ അടി എല്ലാരും കുത്തണം. അത്രയും ദൂരം ഒന്നും വരത്തില്ലടാ, അത്രയും ദൂരം ഒന്നും വരത്തില്ല. ചില്ലാവ് വണ്ടി കയറും ഇവരെ കുത്തിക്കായിരുന്നാ ഇവന്മാരെ കുത്തിക്കാൻ സമ്മതിക്കായിരുന്നാ മതി. ഒരുപാട് അടുത്തോട്ട് പോട്ടെ കാരണം എടാ ഇതാരടാ നീലിന്റെ കോളേജ് നമ്മുടെ വണ്ടി വെടിവെച്ച് പൊട്ടിക്കാൻ നമ്മുടെ പ്ലാൻ ചോദിച്ചോണേ. ഇറങ്ങണ്ട നമ്മുടെ വണ്ടി ഡാമേജ് ആവും. അതാണ് സംഭവം കേട്ടോ, അവര് അടുപ്പിച്ചിട്ട് കളിക്കുന്നതിനാ. അല്ല കേസ് ഞാൻ ബാൻ മാറ്റി കൊടുക്കുന്ന കാര്യം പറയാനുള്ള ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മളോട് തോറ്റിട്ടുണ്ട്, നമ്മൾ അപരാധിച്ചിട്ടുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവർ നമ്മളോട് കളിക്കുമ്പോഴാണ് ഇത്രയും ലൈക്ക് ഒരു പാനിക്നെസ് മറ്റേ ഇതൊക്കെ അവർക്ക് ഉണ്ടാകുന്നത്. പക്ഷെ അവർ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? ലൈക്ക് ആ ലൈനപ്പ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി അടി മേടിക്കുന്ന പറഞ്ഞാൽ എഫേർട്ട് ഇടുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ ആ ഒരു കാര്യം കൺസിഡർ ചെയ്താണ് നമുക്ക് മാറ്റി കൊടുക്കാം എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞത്. അല്ല ഞാൻ അവരുടെ ഇതൊക്കെ കാണാം, നിങ്ങൾ ആലോചിച്ച് നോക്കിയത് രാവിലെ പോലും വൈകുന്നേരം വരെ TDMലൊക്കെ ഇരിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട് അതിനകത്ത്. എടാ മല ഞാൻ നേരത്തെ പറഞ്ഞ മല എടുത്ത് നമ്മുടെ മല എടുത്ത് ഈ മാർക്ക് വെള്ളത്തെ മല എടുത്ത് തല പിടിച്ച് പിന്നെ എവിടെ എടാ ഇവിടെ നിന്ന് ഈ മാർക്ക് തന്നെ എടാ ഏറ്റവും മേളില് വന്നേ, നമ്മുടെ മേളില് വന്നേ, നമ്മുടെ മേളില് നമ്മുടെ മല നോക്ക്, നമ്മുടെ കിണ്ടി കത്തിപ്പോയി. നമ്മുടെ മല നോക്ക്. ഇന്ത്യ എവിടെ ഇവിടെ ഈ മാർക്ക് ഇവിടെ വന്ന് കുത്താം, ഇവിടെ വന്ന് കുത്തിരിക്കാം. അവിടെ മാർക്ക് കുത്തിയടിച്ച് മൊത്തം ബാബാ ബാക്കി തിരിച്ചു വണ്ടി കയറാം. എടാ നമ്മുടെ ആരെല്ലാം ഇപ്പൊ ഡൗൺ ആയോ അവിടെ? അല്ലല്ല ഏബില് വീണൊന്നുമില്ലല്ലോ. ഇല്ല വീഡിയോ നാളെ ഇത് തന്നെ ചെയ്യാം ബ്രോ, പയ്യെ മാറ്റി കൊടുത്താൽ മതി, ഉടനെ ഒരു ഡിസിഷൻ എടുക്കണ്ട. ഞാൻ അങ്ങനെ ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ നിങ്ങളടുത്ത്. ഞാൻ നാളെ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ എന്താണ് കാരണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചാറ്റ് നോക്കി ഒപ്പന്റെ ഡിസിഷൻസ് എടുക്കാറില്ല. ഞാൻ നാളെ അങ്ങനെ ഡിസിഷൻ എടുത്താൽ എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഹലോ ബ്രോ, ഹലോ സംസാരിക്കാം. ഹലോ നീ ഭയണ്ടാവില്ലേ? നമുക്ക് ഒന്ന് രണ്ടും പറഞ്ഞിരിക്കും, ചായ മഴയൊക്കെ കൊണ്ടുപോയി വാ. മച്ചു ഇറങ്ങി ഉമ്മരാൻ പറ്റത്തില്ല, പിറ്റിയാലേ പറ്റുള്ളൂ. വണ്ടി എടുത്ത് ഇറങ്ങി ഇത് ഭയങ്കര ഓപ്പണാ, വാ തിരിച്ചു കയറും.
എടാ ലാസ്റ്റ് തട്ട് തട്ടുണ്ടായിരുന്നു അവന് ഈസി ആയിട്ട് കിട്ടിയാനടാ. ഇറങ്ങുവാണ് ഏതാ വണ്ടി ഏതാ? അമ്മാരെ ഒന്ന് ഒറ്റ ഇടിച്ച് സ്പ്ലിറ്റ് ആവല്ലേ. എന്റെ പകുതി ആർമർ പോയി അവിടെ ഹെൽപ്പ് എടാ റേഡിയോ വെച്ചില്ല ഇവൻ പറഞ്ഞു ഈ കോള് കേട്ടായിട്ടേ. പക്ഷെ ഇവിടെ നിന്ന് അടിക്കാന്നുണ്ടോ? ഇവിടുന്ന് അമ്മ ഓപ്പൺ നിൽക്കും. ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചിട്ട് കാര്യമില്ല. എടാ നമ്മുടെ വണ്ടിക്കെല്ലാം അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇത് ചെയ്യാം. കിണ്ടിനെ പൊക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യും. കിണ്ടിനെ പൊക്കിയിട്ട് നമുക്കൊന്ന് മറ്റേ ഓപ്പോസിറ്റ് റിപ്പയർ ചെയ്തിട്ട് വരാം. വാ ഞാൻ ഡൗട്ട് അവിടെ വെച്ച് നമ്മളെ വേറെ ആരും കത്തിയാണോ അതോ ഡൗൺ ആയതാണോ? ഒരാൾ റീഫ്രഷ് അടിക്കണം. നമ്മുടെ ഡൗൺ അല്ലേ കത്തിപ്പോയതാ. എടാ ഞാനൊന്ന് റീഫ്രഷ് അടിക്കുവാണ്. അല്ലല്ല ഞാൻ എനിക്ക് കിട്ടിയോന്ന് അറിഞ്ഞൂടാ. ഹെഡ് വല്ലതും ഞാൻ എന്റെ ആർമർ കുറഞ്ഞിരിക്കുന്നു. അയ്യോ എടാ റിപ്പയർ ആയില്ല. ഡോർ പോയി. അവന്റെ വ്യൂ ആവും. ഡ്രൈവിംഗ് സീറ്റ് കയറിയാ മതി. 2 വാണിംഗ് ആണ്. അങ്ങോട്ട് പോ കാരണം ടീമിന് ഇപ്പൊ തിരിച്ചു കയറും. പെട്ടെന്ന് പോ അങ്ങോട്ട്. നീ നമ്മളൊരാളുകളെ പേടിച്ച് നീ കിക്കായിട്ട് അവന്മാരത് കണ്ടിട്ട് നീ കിക്കായെന്ന് പറഞ്ഞ നാളെ വീട് എനിക്കിതിന്റെ പുറത്തങ്ങനെ ആരും അറിഞ്ഞൂടാ. സിറ്റിയിലൊരു മിയാ ഖലീഫ ഉണ്ടെന്ന് അറിയാം. പരിചയമില്ല. നോക്കിയിരിക്കണം കേട്ടാ. ഒരു ഗ്യാപ്പ് നമ്മളൊന്ന് കളിക്കുന്നുണ്ട് അവര് ഫ്രണ്ടിലുണ്ട്. ഇവിടെ വണ്ടി വന്നിട്ടില്ലേ? ഇവിടെ റിപ്പയർ ചെയ്യാം. അവനെ ഒറ്റയ്ക്ക് നിൽക്കോ? അവനെ വട്ടത്തില്ല കുത്തിക്കോ. അവൻ പൊട്ടന തിരിച്ചു കേട്ടോ അവനെ. ഇവനെ തട്ടിക്കൊണ്ടുപോവാ. അവനെ കൊണ്ടുപോവാ. ഡാനി സ്ട്രീമിംഗ് തുടങ്ങി. സരക്ക് ഡാനിയാണോ ബ്രോ? രണ്ടു വാ കയറി കയറി കയറി. അത് ശരിയല്ല. വീടും ചെയ്തിട്ട് പോണു. വീഡിയോയിൽ ചത്തോ നമ്മുടെ ആള്.
ഒരു വണ്ടി ഫോക്കസ് ചെയ്യണം ദൈവമായി അടിക്കുന്ന വണ്ടി പോയി ഫോക്കസ് ചെയ്യും ഇല്ലടാ അവന്മാരുടെ ബാക്കിൽ കുത്തൂടാ അല്ലെങ്കിൽ അവൻ വലിഞ്ഞവൻ ഹിറ്റാച്ചിയുടെ പ്ലെയിൻ സ്റ്റൈൽ കണ്ട വാ അടിക്കാൻ വാ ഇവിടെ മേളിലേക്ക് ഉത്തരം മേളിൽ ഉത്തരം കേരളത്തിലാണ് ഇങ്ങനെ കേരളത്തില്ല കുറച്ചൊരു സ്പീഡിൽ വരണം ഇവിടെ കയറ്റിയാ മതി അവന്മാരെ വണ്ടി എടുത്ത് അവരെ വണ്ടി എടുത്ത് പോയി ഈ ലെഫ്റ്റിൽ ഒരു വണ്ടി ബാക്കിൽ ഒരു വണ്ടി പോകണം ഇവനെ പിടിയടാ നിങ്ങൾ ഇറങ്ങി പുറകില് എന്റെ മാർക്ക് വന്നേ ഞങ്ങളാ നിങ്ങൾ താഴോട്ടടി എത്ര പേരുണ്ട് ഇനി നമ്മള് ഭയങ്കര ഷഫിളായി പോയടാ ജയിച്ചില്ലേ കഴിഞ്ഞില്ലേ റീഫ്രഷ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ബ്രോ അതിന് മുമ്പ് ലെഫ്റ്റ് റൈറ്റും ആള് കയറി വന്നു കളി ജയിച്ചില്ലേ കഴിഞ്ഞോ ഗൈസ് കഴിഞ്ഞെന്ന് തോന്നുന്നു ജെനിനോടാണെങ്കിൽ മതം 3 പിക്ക് ജൂഡ് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു നീലകണ്ഠൻ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു ഒരു വാർ തോക്കുന്നതിൽ ഇത്രയും ഇതുണ്ടോ മച്ചാ എന്താ ഇമാരി ഈഗോ ഒക്കെ ഉണ്ടോ പ്ലേയേഴ്സിനടാ ഒരു അവസാനത്തെ ആള് എന്തായാലും തോറ്റ് ഇനി അവൻ ഒറ്റയ്ക്ക് 10 പേര് അടിക്കാനൊന്നും പറ്റൂലല്ലോ കിട്ടിലും കളിയാട്ടോ കളിച്ചത് കിട്ടിലും കളി രണ്ട് ഒരു കിട്ടിലും ഈസ്റ്റിയുടെ അടുത്തൊരു പിക്ക് ഇത് നോക്ക് ഇതാ ഹലോ പോച്ചയ്ക്കുള്ളിലുണ്ട് ഓ ഇവ പോച്ചയിലിരുന്ന് കേട്ടാ ഓക്കെ ബീസ്റ്റിയുടെ അടുത്തൊരു പിക്ക് എടുക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട് അയ്യോ എന്നിട്ട് ജുഗുറു ഡൗൺ ആയി ജുഗുറിനെ ആരടിച്ചിട്ടേ ഇവനാണോ അടിച്ചിട്ടേ ബീസ്റ്റിയുടെ രണ്ടാമത്തെ പിക്ക് ജുഗുറിനെ ഒളിച്ചിരുന്ന് പണ്ണി കളഞ്ഞു കേട്ടാടാ ഓക്കെ യുകെ ഓ എന്നിട്ട് ഇവന്മാര് ബാക്ക് കൊണ്ടുവന്ന് കുത്തിക്കളഞ്ഞല്ലേ നമ്മള് സത്യം പറഞ്ഞ നമ്മളെവിടെ സാൻഡ്വിച്ച് നോക്ക് കണ്ട ഏബിൾ ജോസഫ് ഡൗൺ ആയിട്ടുണ്ട് മദാർ ഒരു പിക്ക് എടുത്തിരിക്കുന്നു ജോട്ടയാണ് ഡൗൺ ആയിട്ടുള്ളത് പിന്നെ പരുന്തുവാസോടെ യുകെ ടോക്സിക്കിനെ ഡൗൺ ആക്കിയിട്ടുണ്ട് ലെക്സ് അവിടെ അടുത്തൊരു പിക്ക് യുകെ സിനിന്റെ അടുത്തൊരു പിക്ക് ലെക്സ് ഡൗൺ ആയിട്ടുണ്ട് ടി വി ഡെസ്ട്രോ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു പിന്നെ ടി വി ജൂഡ് അവിടെ ഒരു പിക്ക് സെട്രോന്റെ അടുത്തൊരു പിക്ക് ഓക്കെ യുകെ നല്ലൊരു കിട്ടിലെ കളിയാണ് മദാർ ഒരു പിക്ക് സെട്രോന്റെ ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ യുകെയിൽ ഐ തിങ്ക് സെട്രോ ഉണ്ട് എവിടൊക്കെ നോക്ക് നമ്മുടെ പ്ലേയേഴ്സ് ഉള്ളത് നോക്കി ഈ ആംഗിള് സെട്രോ മോബി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നത് എലനോറിനെ ഡൗൺ ആക്കിയിട്ട് അവിടെ കിണ്ടി അവിടെ സെട്രോനെ ഡൗൺ ആക്കിയിട്ടുണ്ട് യുകെ ഓൾ ഡൗൺ ആയോ ഇല്ല യുകെ അവിടെ ഐ തിങ്ക് യുകെ 3 പേരോടി യുകെ ലാസ്റ്റ് 3 യുകെ മദാർ അവിടെ ജെനിനെ ഡൗൺ ആക്കി മദാർ 3 പിക്ക് ഇവനാണ് ലാസ്റ്റ് അവിടെ ഒരു പിക്ക് എടുത്തി ഇവൻ എനിക്ക് തോന്നുന്നു കത്തിപ്പോയിട്ട് വന്നപ്പം കൂടുതലുള്ള എല്ലാരെയും അറഞ്ചം പുറഞ്ചോ അടിക്കുന്ന കണ്ടുകൊണ്ട് ഇവൻ മനംനൊന്ത് എഫേറ്റ് അടിച്ചാണ് അവൻ മനംനൊന്തോ എഫേറ്റ് അടിച്ചാണ് അവൻ വെൽ പ്ലേഡ് ഗൈസ് കൂടുതൽ നമുക്ക് കൊണയൊന്നും പറയാനില്ല വെൽ പ്ലേഡ് ഗെയിം ക്യാപ്ചർ ഇവിടെ മഞ്ഞും മഴയോ
അവന്മാര് എഫ് ഐ അടിച്ച് ഓടിയോടാ. എടാ ഞാൻ പറയട്ടെ, ഞങ്ങള് ഒരു വണ്ടി കൊണ്ട് കുത്തിയപ്പോ നമ്മുടെ ബാക്കില് ടിവിയിലെ ഒരു 3 പേര് നിപ്പുണ്ടായിരുന്നേ. ടിവിയുടെ കൂട്ടത്തിൽ നിന്ന് ചുമന്നുടുപ്പിട്ട് ഒരുത്ത് ഇറങ്ങി ഓടണം. അല്ലല്ല അങ്ങനെയല്ല, അവ പോച്ചക്കകത്തിരിക്കുവായിരുന്നു. പോച്ചയിലിരുന്ന് അവർ ജുഗ്രുവിനെ അങ്ങ് പണി. ജുഗ്രുവിനെ പണിയപ്പോഴാണ് നമ്മൾ അറിയണം അവിടെ ആളുണ്ടെന്ന്. എല്ലാരും വെൽപ്ലേഡ് നന്നായിട്ട് കളിച്ചു. Same mistake ആണ് ബ്രോ. We are playing this will make us more worse if good team game while we are not watching backstab players. ബ്രോ ബാക്സ്റ്റാബ് വാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റിപ്പോയത് ഡിസ്കണക്ട് ആയ പ്ലെയർ തിരിച്ചു വന്നതാ. ബാക്സ്റ്റാബ് ബ്രോ ഇറ്റാച്ചിയുടെ പ്ലേയിങ് സ്റ്റൈൽ കണ്ടോ? ഞാൻ പറഞ്ഞുതരാം, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ കുറച്ച് സെൻസിബിൾ ആയിട്ട് കൊണ്ട് കുത്തി കളിക്കുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ പറഞ്ഞുതരാം ബ്രോ. അവരുടെ POV ടൈം ആവും. എൻ്റെ POVയിലൂടെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും ഇതായിട്ട് കാണുന്നത്. ഞാൻ പറയണത് ആരുടെയൊക്കെ നിങ്ങൾ ലൈവ് കാണണമെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 ഹരി, 2 ജുഗുറു, 3 ഇറ്റാച്ചി. ഇനി തൊട്ടുള്ള കാര്യം പറയാം. 3 ഇറ്റാച്ചി, 4 സ്നൈപ്പ്. ഇവരുടെ എല്ലാം POV നിങ്ങൾ കാണണം. ഇവരുടെയൊക്കെ POVയിൽ ഇവരൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് കുത്തും. ടീമിനെ ഇട്ട് കൊടുക്കത്തില്ല. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കറന്റ് ഉള്ള ഏറ്റവും നല്ലൊരു പണ്ടത്തെ നേരത്തെ ടിവിയുടെ വാർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഭയങ്കര. അതായത് മോബി ഉണ്ട്. മോബി മെയിൻലി കോളാടാ. മോബി നല്ല കോൾസ് പറയും. അവൻ നന്നായിട്ട് റേഡിയോ കൺട്രോൾ ചെയ്യും. എല്ലാവരും ഉണ്ട്. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളൊരു അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഏബലിനെ പോലത്തെ അസോൾട്ടേഴ്സ്. ഏബലൊക്കെ ശരിക്കും ഒരു PUBG ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അസോൾട്ടേഴ്സ് എന്ന് പറയും. ആദ്യമേ കുത്തി ചാടി ഇറങ്ങി പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എയിം ഇൻട്രസ്റ്റിൽ കളിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് നമുക്ക്. നമ്മൾ അവരെ വിട്ടിട്ട് നമ്മൾ പ്രോപ്പർ ഒരു ആംഗിൾ എടുത്ത് കളിക്കുന്നുണ്ട്. നേരത്തെ ടിവിയുടെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ റീബിൽഡിന് മുമ്പത്തെ ടിവിയുടെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫെൻസീവ് ആയിരുന്നു. ഞാനിത് മറ്റേ അങ്ങനെ കമ്പയർ ചെയ്ത് ഇന്ന ആളാണ് അല്ലെ അവരാണ് നല്ലത് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയണേ. ഭയങ്കര ഡിഫെൻസീവ് ഗെയിം പ്ലേ ആയിരുന്നു നമുക്ക് കുറച്ച് നാൾ വരെ. അത് നമ്മൾ ഫിക്സ് ചെയ്ത് ഇപ്പോഴും അത് നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മൾ ആ ഒരു പാണ്ടിക്കുത്ത് സ്റ്റൈലിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ ഒരുമിച്ച് ഒരു കോളിൽ ട്രസ്റ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അതിനി ഞാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലിലേക്ക് വന്നത് നമ്മൾ ഇപ്പോഴാണ്. കാരണം ഒരിടത്ത് പറയാൻ ചത്താലും വേണ്ടിയില്ല നിങ്ങളവിടെ കുത്തിക്കുമെന്ന്. ഞാൻ നിങ്ങളെ ജസ്റ്റ് എൻ്റെ നിങ്ങളൊരു മലയിൽ നീലിനൊരു കോള് പറയുന്നുണ്ട്. എടാ 4 വണ്ടി അവിടെ കുത്തിക്കുകയാണ്, 5 വണ്ടി അവിടെ കുത്താൻ പറയുന്നത്. എത്ര പേര് അവിടെ വന്ന് കുത്തിയെന്ന് നിങ്ങളൊന്ന് നോക്കി നോക്ക്. ആ കോൾ ട്രസ്റ്റ് ഉണ്ട് ബ്രോ. ആ കോളിലൊരു ഭയങ്കര ട്രസ്റ്റ് ഉണ്ട് ഇപ്പം. എന്നുവെച്ചാൽ നമ്മൾ തോക്കും. ഞാൻ പറയത്തില്ല കണ്ടിന്യൂസ് വീക്കിൽ ടിവിയെ മുന്നോട്ട് ജയിച്ച് മാത്രം പോകുമെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ തോക്കാൻ പോണത് നമ്മുടെ അൺലക്കിലായിരിക്കും. അത് അങ്ങനെ ഒരു ഡേ എന്തായാലും നമുക്ക് വരും. പക്ഷെ ഞാൻ പറയണത് അതല്ല. നമ്മൾ ഒരാളെ വിശ്വസിച്ച് ഒരാൾ കോള് പറയണ സമയത്ത് തോറ്റാലും ജയിച്ചാലും അവിടെ ഇറങ്ങി ബാക്കപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു അൾട്ടിമേറ്റ് ടീം വർക്ക് എന്ന് പറയണത്. അല്ലാതെ അവനെ അവിടെ ഇട്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ലോയൽറ്റി പോയിന്റ് ഞാൻ നോക്കിയായിരുന്നു ഗൈസ്. 68 കാർഡായി ഇപ്പോൾ ടോട്ടൽ. ഓടണ്ട വാറ് കഴിഞ്ഞ് ലവ് സ്റ്റാർട്ട് ആയല്ലേ? മറന്നുപോയതാ. നമുക്ക് മീനുകുട്ടികളൊന്ന് കണ്ടിട്ട് പോവാം. അപ്പൊ ജിജീസ് വെൽ പ്ലേഡ്. പക്ഷെ ഞാൻ പറയട്ടെടാ, ഇവർ നന്നായിട്ട് കളിച്ചു കേട്ടാ. യു കെ നന്നായിട്ട് കളിച്ചേ. അത് പറയണമല്ലോ. നമ്മള് ഇതായിട്ടുള്ള ചില അവന്മാർ നന്നായിട്ട് കളിച്ച് POV അവന്മാർ കാണിക്കുന്നുണ്ടാവും. ഞാൻ ഓരോരുത്തരുടെ POVയോട് നോക്കാൻ ഇനി പോയാൽ ലേറ്റ് ആവാ. ഹലോ. ആടാ 4 പേര് കറങ്ങി അടിച്ചു തന്നെ. ഞങ്ങൾ കൂടെ വന്നായിരുന്നു. ഒരു മിനിറ്റാടാ, നീ ഒരു വണ്ടി എടുത്തേ. ഹലോ, എവിടെ ഉണ്ട് മീനുകുട്ടി? ഇല്ല, എവിടെ നിൽക്കുന്നേ? ഞങ്ങൾ മുതുകിലോട്ട് വരാം. എന്തോ കേട്ടില്ല. ഞങ്ങള് ഹെലിവ്യൂ എടുക്കാനായിട്ട് വണ്ടി അവിടെ നമ്മൾ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോവാം.
ഞങ്ങൾ മുതുക്കിന്റെ വെളിയിലോട്ട് വാ, ഞങ്ങൾ അവിടോട്ട് എത്തി. അണ്ണാ ഈ വണ്ടിയുടെ സൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുമോ അറിയാവോ? വണ്ടിയുടെ സൗണ്ടോ? ഓടാ ഇതെങ്ങനെ എഞ്ചിൻ ഓഫ് ചെയ്യാൻ ഓടാ കൊണ്ടേ ഇങ്ങനെയാണോ അവര് ടിപ്പ് പറഞ്ഞിരുന്നേ? എഞ്ചിൻ ഓഫ് ചെയ്തത്. ആരെയും വിൽക്കണ്ടേ? മീനുകുട്ടി ദൂരെ നിന്ന് നോക്കുമ്പോ മറ്റേ പ്രേതത്തെ പോലെ ഇരിക്കുന്നേ. അല്ലല്ല അത് സ്കേറ്റ് ബോർഡാ. എഞ്ചിനകത്ത് പോയാ വെച്ച് എടാ എങ്ങോട്ടേലും പോയ ആളും തിരക്കോ ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് പോ. കുറച്ച് ടൈം എടുക്കും. അയ്യോ ചില്ലിയാടൊന്നും വേണ്ട, ഇവിടെ അടുത്ത് പോയാ മതി. മിസ്റ്റർ എക്സ് ഇല്ല, മിസ്റ്റർ എക്സിനെ ഇന്ന് പോയി കണ്ടാൽ ശരിയാവത്തില്ല ബ്രോ. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ശരിയാവത്തില്ല. കാരണം മിസ്റ്റർ എക്സിൻ്റെ കയ്യിൽ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ വേറെ പ്രൂഫൊന്നും ഇല്ല. അതാണ് പ്രശ്നം. ഞാൻ ഒരു മിനിറ്റ് എടാ, ഞാനൊരു കോൾ വിളിക്കട്ടെ. ഹലോ എടാ സൈഫറ, എനിക്കൊരു ഹെൽപ്പ് വേണം. പറഞ്ഞോ. നീ ഇപ്പം ഗണ്ടിയിലെ പരിപാടികൾക്കൊക്കെ ഉണ്ടോ? ഗണ്ടീലിംഗ് പരിപാടിക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ ചെയ്യുന്നില്ല അണ്ണാ. അതുകൊണ്ടല്ലേ ഞാനിപ്പോ കുറച്ച് റിച്ച് ആയിട്ടുണ്ടായിരുന്നേ, അപ്പൊ കുറഞ്ഞു പോയി. ലോസില നോക്കൊന്നും സെല്ലാവുന്നില്ല, കൊടുക്കുന്നില്ല വാസവണ്ണം പറഞ്ഞതിന് ശേഷം. എടാ എനിക്ക് നിന്റെ സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പ് വേണം. എന്താ? എടാ ഞാൻ ശരിക്കും ചോദിക്കുന്നതിന് നീ സത്യസന്ധമായിട്ട് മറുപടി പറയണം കേട്ടാ. പറഞ്ഞോ. നിന്റെ കയ്യിലേക്ക് ഈ ഗൺസ് എവിടെ നിന്ന് എത്തുന്നേ? ഇല്ലില്ല, എന്റെ കയ്യിൽ നേരത്തെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം വാങ്ങിച്ചിട്ടില്ല. ഞാൻ കുറച്ച് അണ്ണ എവിടെ ഉണ്ട് പറയൂ, ഞാൻ അങ്ങോട്ടേ വരാം. എന്നാ നീ ഇവിടെ സിറ്റിയിൽ ഉണ്ടാവോ? ഒരു 10-15 മിനിറ്റ് കൂടെ കഴിയും. ഞാൻ വിളിക്കാം. ഓക്കെ ശരി. TJ ഓൾ ഡൗൺ ആയോ? ഒന്നും കാണുന്നില്ലല്ലോ. ഹലോ പറ മീനുട്ടി. കഴിഞ്ഞാട്ട് DJ എന്തോ കേട്ടില്ല. പകുതി സപ്രഷൻ കൊണ്ടുപോകും. അതാ എനിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് കേട്ടാ. ഇത് കഴിച്ചത് വാറായിരുന്നു പ്രീവാലായിരുന്നു. അതാ ചില സമയത്ത് എനിക്കൊന്നും കേൾക്കത്തില്ല കേട്ടാ. മനസ്സിലായി മീനുകുട്ടി. ഞാൻ കുറച്ച് തിരക്കിലും കാര്യങ്ങളിലും ആയതുകൊണ്ടാണ് എനിക്ക് വന്ന് സംസാരിക്കാൻ പറ്റാഞ്ഞ. മനസ്സിലായ? പിന്നെങ്ങനെയാ അറിഞ്ഞേ? എനിക്ക് നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് തരണോ? പെണ്ണല്ലല്ലോ ഇമ്പോർട്ടന്റ് മീനുകുട്ടി. എനിക്കെന്റെ ഗ്യാങ് അല്ലേ TVA തലവിട്ടും അതോ ലോകം. ഇപ്പൊ ഞങ്ങളാ പൂക്കി നെയ്മീന്ന് മാറി ഇപ്പൊ കംപ്ലീറ്റ്ലി തക്കുടുവാവ് അതോ ലോകം മാറി ഇപ്പൊ ഒരു തലവെട്ടും അതോ ലോകമായിട്ട് പൊക്കോണ്ടിരിക്കുക. ആ സമയത്ത് ഗ്യാങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? എനിക്ക് ഗ്യാങ്ങിന്റെ കാര്യങ്ങളല്ലേ എനിക്കപ്പോ ഇമ്പോർട്ടന്റ്. അപ്പൊ പെണ്ണിന്റെ പുറകെ പോകാനുള്ള സമയമില്ല. പറയൂ. മീനുട്ടി അതിനുശേഷം കണ്ടില്ലല്ലോ. അത് തിരക്കായി പോയി മീനുട്ടി, അതുകൊണ്ടാണ്. പക്ഷെ എന്താ നിങ്ങളെന്താ പറഞ്ഞേ? എന്തിനാണോ ജോസഫ് പട്ടി ഈ വാണമൊക്കെ വന്നോ? ഞാൻ തിരക്കായി പോയില്ലേ, അതുകൊണ്ടല്ലേ മീനുട്ടി. വേറെ ഒന്നും അല്ല, തിരക്കായി പോകണ്ട. പിന്നെ അത് മാത്രമല്ല
നമ്മുടെ എല്ലാവരുടെയും നമ്പർ ഫോൺ മാറിയില്ലായിരുന്നോ? ഫോൺ മാറിയപ്പോ എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു രഹസ്യമില്ല. അതിനുശേഷം എനിക്ക് ഗ്യാങ്ങിന്റെ കാര്യം മാത്രമല്ല ഉള്ളൂ മീനുട്ടി. ഗ്യാങ്ങിന്റെ കാര്യം മീനുട്ടിയുടെ അടുത്ത് പറയാൻ പറ്റുമോ? വേറെ ഒന്നുമില്ല. വേറെ ഒരു പെമ്പിള്ളാരെ പോലും പരിചയപ്പെട്ടിട്ടില്ല. മീനുട്ടിയുടെ അറിവിൽ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ? പിങ്കി പ്രോമിസ്. റബേക്ക പണ്ടത്തെ ഒരു എൻ്റെ ഒരു പണ്ടത്തെ ഫ്രണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിലെ ഒരു ഗ്യാങ്ങിലുണ്ടായിരുന്ന നമ്മുടെ കോ-ലീഡറിൻ്റെ അവർ തമ്മിൽ ലവ് ആയിരുന്നു. അപ്പോൾ അവർ ബ്രേക്കപ്പായി. ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ റബേക്ക്. പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം ഇപ്പോഴാണ് വരുന്നത് റബേക്ക. കാണും, സംസാരിക്കും, കാഷ്വലായിട്ട് പോകും മീനുട്ടി, അത്രേ ഉള്ളൂ. മീനിനെ തല്ലുന്ന് പറഞ്ഞോ? റബേക്കയോ? ഓ മൈ ഗോഡ്. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കട്ടെ. സിറ്റിയിലില്ല കേട്ടാ, ഫോൺ ഓഫ് ആയി പോയി. നാളെ വിളിച്ച ഉടനെ ചോദിക്കാം ഞാൻ. ഗേസ് ഇവിടൊക്കെ FPS ഉണ്ട്. ഇവിടെ ഒന്നും ആളില്ലല്ലോ. ദർശന ആരാന്ന് ഓർമ്മയില്ലേ മീനുട്ടിക്ക്? എന്നോട് പണ്ട് ചോദിച്ചത് ഞാൻ ഇപ്പഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചേച്ചീനെ മോക്ക് അറിയോന്ന് ചോദിച്ചത് ഞാൻ ഇപ്പഴും ഓർക്കുന്നുണ്ട്. അയ്യോ എനിക്കറിയാം, ദർശനെ അറിയാം. അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ദർശനെ അറിയാം. ദർശനെ എനിക്ക് അന്ന് മീനുട്ടി ഇങ്ങനെ കുറെ പെമ്പിള്ളാരെ പരിചയപ്പെടുത്തിയപ്പോ അതുപോലെ പരിചയപ്പെടുത്തിയ ഒരാളാ ദർശന. ഞാൻ അതിനുശേഷം അല്ല, മീനൂട്ടിയെ ഞാൻ പരിചയപ്പെടുത്താൻ വന്ന ഓർമ്മയില്ലേ ഒരു ദിവസം? അതെന്താന്ന് വെച്ചാൽ അന്ന് എന്റെ PA ആയിട്ടൊരാൾ വേണമെന്ന് പറഞ്ഞ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്ന സമയത്താ. മനസ്സിലായി? ആ സമയത്തെ കാര്യമാണ് പറയണേ. എന്നിട്ട് അത് നടന്നില്ല. പിന്നെ ഞങ്ങൾ കാഷ്വലായിട്ട് മുതുക്കിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് കണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ആരുടെയെങ്കിലും PA ആവണം ഇപ്പം. മനസ്സിലായ? ഈ കുട്ടി ഇപ്പം ജോക്കിയുടെ PA ആവാൻ വേണ്ടി നടക്കുക. അതുകൊണ്ട് ഞാൻ വലിയമായി ഞാൻ കണ്ട ജസ്റ്റ് ഹായ് ബൈ ബന്ധം, അത്രേ ഉള്ളൂ മീനുട്ടി. പിന്നെ ഉറപ്പല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അതായത് ജോക്കിയുടെ PA ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ജോക്കിക്ക് കുറെ ടെസ്റ്റുകളുണ്ട്. അതായത് സ്വഭാവം ടെസ്റ്റ്, എഫിഷ്യൻസി, ടൈമിങ്, ഈ പറയണതെല്ലാം എന്നുവെച്ചാൽ ഐ മീൻ വർക്കിലുള്ള ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരന് നിർബന്ധമാണ്. അപ്പോൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സാഹചര്യങ്ങൾ, ഓരോരോ സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. മനസ്സിലായ? അതായത് ഒരു സമയത്ത് കൃത്യസമയത്ത് എത്തുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം പറയാം, അങ്ങോട്ട് വരാൻ പറയാം. അവിടെ നമ്മൾ ഇങ്ങനെ നോക്കും, ഇത്ര ടൈമിൽ വന്നോ, ഓക്കെ. പിന്നെ നമ്മളൊരു വർക്ക് കൊടുത്ത് അത് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ നോക്കും. ഇതിൻ്റെ എല്ലാം ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജോക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോഡ് ഫാദറാണ് നമ്മുടെ ഗ്യാങ്ങിൻ്റെ. അപ്പോൾ അത്രയും വലിയ റോളുള്ള ഒരാളുടെ PA ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ലൈക്ക് അതിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഈ ഒരു ടെസ്റ്റ് കാര്യങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം. അതെ, ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ജോക്കി ഉണ്ടായിരുന്നു. പുള്ളി വണ്ടിക്കകത്തൊന്നും ഇറങ്ങത്തില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഈ പറയണതുപോലെ ഇത് രഹസ്യമായിട്ട് കൊണ്ടുപോകണത്. അല്ലെങ്കിൽ എനിക്ക് മീനുട്ടിയോട് പറയുന്നത് എന്തിനാ? മീനുട്ടിക്ക് പുതിയ വല്ല പെമ്പിള്ളാരെ അറിയാമോ? ദർശന ചേച്ചി വന്നോണ്ടാണ് മീനുവിനെ കാണാൻ വരാത്തെന്നോ? അയ്യോ അങ്ങനൊന്നും ഇല്ല, അതൊക്കെ കള്ളത്തിനാ. ഞാൻ അവനോട് ചോദിച്ചു നോക്ക്. മീനുട്ടിയെ പ്രോമിസ്. ഇതിലെന്തേലും കള്ളത്തിലുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇരിക്കുന്നിടത്ത് എന്റെ തല തേങ്ങ വീഴട്ടെ. എന്നാ ഇടിയും പറ്റട്ടെ.
കണ്ട ഐഡി വെട്ടിയില്ല, സത്യമാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. എന്നെ പറ്റിച്ച എനിക്ക് ഏറ്റവും എന്റെ വാത്തുമ്മമ്മേനെയാ. വാത്തുമ്മമ്മേന്റെ സ്നേഹം കുറഞ്ഞ ഞാൻ പറയും. ഇല്ല, എനിക്ക് എന്റെ മീനൂട്ടിയാണ് ഏറ്റവും ഇഷ്ടം. മീനൂട്ടി കഴിഞ്ഞിട്ട് ഇനി നാളെ വാസുമാമൻ ആരെങ്കിലും കല്യാണം കഴിച്ച് വാസുമാമൻ ഒരു കൊച്ചാവുകയാണെങ്കിൽ പോലും എന്റെ ആദ്യത്തെ മോള് മീനൂട്ടിയാണെന്നേ ഞാൻ പറയുള്ളൂ. അതുപോലെ അതത്രേ ഉള്ളൂ. അതിനി ആരൊക്കെ വന്നാലും ഇല്ലില്ല, ഒന്നും ഒളിപ്പിക്കില്ല, ഒന്നും ഒളിപ്പിക്കില്ല. ഇനിയെങ്കിലും പറ, പുതിയ പെണ്ണുങ്ങൾ വല്ലതും ഉണ്ടോ? ഈ വരുമ്പോഴേ കമ്മിറ്റഡ് ആവാൻ ഇങ്ങനെ ഇത് എയർപോർട്ടിൽ ആള് വെയിറ്റ് ചെയ്യണോ? സിംഗിൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ നാളെ തൊട്ട് എയർപോർട്ടിൽ നിൽക്കട്ടോ? വൈറ്റ് ലിസ്റ്റ് എടുത്ത് ഇന്റർവ്യൂ ചെയ്ത് കയറി നേരെ വന്ന് കമ്മിറ്റഡ് ആവുക എന്ന് പറഞ്ഞത് എങ്ങനെയാ? 2 ദിവസമെങ്കിലും സിറ്റിയിൽ കാണണ്ടേ? ഒരു മിനിറ്റ് ടൈപ്പ് ചെയ്ത് വെക്കണോ? ഹലോ, എവിടെ ഉണ്ട്? ഞാൻ ഇവിടെ ഉണ്ട്. എവിടെ നിക്കുന്നേ? ഞാൻ വന്ന് പിക്ക് ചെയ്യാൻ. എങ്ങോട്ട് വരണേ? എന്റെ മുടിയുടെ സ്റ്റൈൽ ഒന്ന് മാറ്റിയായിരുന്നു. എങ്ങനെയുണ്ട് നിന്റെ അഭിപ്രായം? അല്ലയോടാ എന്റെ അഭിപ്രായം. ഇതിലെന്താണ് വെട്ടിയത്? പിന്നെ നടുക്കുന്ന കുറച്ച് കോതി എടുത്ത് ഇപ്പുറത്തോട്ടിട്ട് ഇപ്പൊ നോക്കിയപ്പോഴാണ് പിടികിട്ടിയത്. ഇപ്പൊ ബെറ്റർ ആയി നോക്കി. മനസ്സിലായി, വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമല്ലേ? ജോക്കി എവിടെ നിൽക്കുന്നത്? കറക്റ്റ് ലൊക്കേഷൻ പറ. ഞാൻ ടി വി ഡ്രസ് ഷോപ്പിന്റെ അവിടെ. അങ്ങോട്ട് വരാം. വിനോട്ടി വാ, വണ്ടി കയറി. ഇല്ല, കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ ചെന്നില്ലെങ്കിൽ വിഷമാവും പുള്ളിക്ക്. മീനൂട്ടി മീനൂട്ടി ടിവിയില് ഇതിനു മുമ്പ് ജോക്കി മാമനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ജോക്കി മാമൻ വന്നിട്ടുണ്ട്. ഞാൻ ജോക്കി മാമനെ പരിചയപ്പെടുത്തി തരാം. പുള്ളി രാത്രി 12:41 സിറ്റിയില് ഇങ്ങനെ ഇവിടെ ജീവിക്കണേ ഇപ്പോ. കോൺക്രീറ്റ് ജോക്കി അപ്പൂപ്പൻ നല്ല പ്രായമുള്ള മനുഷ്യനാണ്. നീ കേറിയിട്ട് മാമാന്നൊന്നും പെട്ടെന്ന് വിളിക്കില്ല. പുള്ളിക്ക് ചിലപ്പോ ദേഷ്യം വരും. അപ്പൂപ്പാന്നോ അങ്ങനെ വല്ലതും വിളിച്ചാൽ മതി കേട്ടാ. ജോക്കി അപ്പൂപ്പാന്ന് വിളിച്ചാൽ മതിയേ. എന്തോ ഇല്ല, വഴക്കൊന്നും പറയല്ല. പുള്ളിക്ക് ആ പ്രായമുണ്ട്. മീനൂട്ടിക്ക് ഇപ്പൊ കിട്ടും കേട്ടാ മിക്കവാറും. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാനന്ന് വൈറ്റില ജംഗ്ഷൻ വഴി ഒരു 2 റൗണ്ട് ഓടിയിട്ട് വരാം. പുള്ളി തിരിച്ചു വന്നതുകൊണ്ട് അതുവരെ ഒന്ന് ലൈവ് എല്ലാവരും ഒന്ന് നിങ്ങൾ ഈ ഡ്രൈവിംഗ് ഒന്ന് കണ്ടോണ്ടിരിക്കണേ. ഓടിയിട്ട് വരാം. ഓരോ തല്ലുള്ളികള് പുതിയ ഡ്രസ് അണ്ണന്റെ പമ്പരം കൂട്ടി ഒന്നും പറ്റില്ല. മിനിറ്റ് ടാറ്റ പോയ നാളെ ഇവിടെ എത്തിയല്ലോ. എന്താടാ മീനൂട്ടി ഉണ്ടോ കൂടെ? വാസുമാമന്റെ കൂടെ അല്ല, അണ്ണന്റെ കൂടെ. വാസുമാമന് അണ്ണന്റെ ഒപ്പാണെങ്കിൽ പിന്നെ നമുക്കെന്ത് പേടിക്കാൻ, എനിക്കെന്ത് പേടിക്കാനില്ലെങ്കിലും. ഇത് മീനൂട്ടിയാണേ. ഇത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാണേ, ഇത് മീനൂട്ടിയാണേ. ഇത് അതാ ഞാൻ പറയുന്നത്. മീനൂട്ടി അണ്ണന്റെ പാടൊക്കെ 3000 കോടിയുടെ കാര്യത്തിന് ഒരു ഡ്രസ് മാറിട്ടോ അല്ല ഡ്രസ് മാറിട്ടോ. പിന്നെ പുള്ളിയുടെ കസേര 3000 കോടി രൂപയുടെ കാര്യവും ഞാൻ വിചാരിച്ചു നീ സമരം ചെയ്തിട്ട് വല്ലവരും എടുത്തോണ്ടേന്ന് വിചാരിച്ചു. തന്നെ എന്താണ് 3000 കോടിയുടെ കാര്യമൊക്കെ പറയണേ? അതൊക്കെ കുറച്ച് ഇൻസൈഡ് ഗ്യാങ്ങിലോട്ട് ഫണ്ട് വേണ്ടേ? മീനുട്ടി ഈ കുരിപ്പ്. മീനുക്കുട്ടി എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഒരു കാര്യം പറയട്ടെ.
ഇതിന്റെ വായിൽ എന്ത് കടിച്ചു പിടിച്ചേക്കുന്നു 24 മണിക്കൂർ എന്റെ വായിൽ എന്തിനാ? അയ്യോ നിപ്പിള് ആര് കൊച്ചി മറ്റേ വായിൽ മറ്റേ കൊച്ചിന്റെ വായിൽ ഉണ്ടാകത്തില്ലേ മറ്റേ എടാ കേറാ ഇലക്ഷൻ വണ്ടി ഇടാ വാ കേറ് 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 അത് ഞാൻ ഇവനെ ക്യാരി ഇട്ടു കേറിയില്ല കറന്നില്ല ചോദിക്കാ കൊച്ചു കയറിയാ കൊച്ചി കയറി വീട്ടിലിരിപ്പുണ്ട് നിപ്പിളല്ലടാ അത് പസഫിയറാടാ അത് നമ്മളവിടെ നിപ്പിളെന്നാണ് പറയാ നമ്മളവിടെ നിപ്പിളെന്ന് ഇപ്പൊ കടയിൽ ചേട്ടാ ആ നിപ്പിളാക്കണ്ട ഞാൻ പറഞ്ഞില്ല നിപ്പിളൊന്നും അല്ലാതെ പറയുന്നേ പസഫിയർ നിപ്പിളെന്ന് പറഞ്ഞു എടുത്തു തരൂല കേക്കാവോ കടയിൽ ചെന്നിട്ട് ചേട്ടാ ഒരു നിപ്പിൾ ചക്കുഴി കാണിക്കത്തില്ലയോ തരും നമുക്കൊന്നും തരത്തില്ല നിനക്ക് തരുമായിരിക്കും. എടാ വിസിലെന്നെന്താണ് കൊച്ചു പറഞ്ഞത് വിസില് അതിന് പറ്റിച്ചേക്കണ അതിന് ബാലം പറ്റിച്ചതാ വായലീതാ. ഞാൻ ഒരു കാര്യം പറയട്ടെ പെണ്ണുങ്ങളെ പറ്റി സംസാരിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ആ പറടാ അതെ കല്ലിന്റെ അവിടെ നിർത്തിയാ കല്ലിന്റെ അവിടെ ഈ റൈറ്റില് കല്ലിന്റെ അവിടെ നിർത്തുന്നത് മീൻ പിടിക്കാൻ പോവാം. മീൻ പിടിക്കാൻ കല്ലിന്റെ അവിടെ ജോക്കി മീനുട്ടി ഒന്ന് വന്നേ ഒന്ന് തന്നെ മീനുട്ടി ഒന്ന് വന്നേ. ജോക്കിയുടെ മുമ്പ് വെച്ച് പെണ്ണുങ്ങളെ പറ്റി ഒന്നും പറയരുത് കേട്ടാ. അയ്യോ കൊല വിളിച്ചു കളയും എന്നെ കൊന്നു കളയും. ഞാൻ ചത്തു കഴിഞ്ഞ പിന്നെ മീനുട്ടിക്ക് ആരാ ഉള്ളത്? അന്നേരം ജോക്കി അപ്പൂപ്പനോട് പറഞ്ഞോ കുഴപ്പമില്ല. ആ പറഞ്ഞാ മതി അന്നേരം പറഞ്ഞാൽ മതി. ആ പിങ്കി പ്രോമിസ് ആ ഇല്ല എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മീനുക്കുട്ടി അതിന് ദർശന സെയിം ആളാണോ? ആ അതെ മീനുക്കുട്ടിയും ദർശനയും ഒരാളാണ് ഈ രണ്ട് ക്യാരക്ടറും കളിക്കുന്നത്. നീ ഞരമ്പി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ മീനുക്കുട്ടി അറിയാം. നമ്പറൊക്കെ ഉണ്ട് എന്റെ. മീനുക്കുട്ടി വിളിക്കാന്ന് പറഞ്ഞിട്ട് മാമനെ വിളിക്കാൻ പറ്റിയില്ല. വിളിക്കാൻ കേട്ടോ പിന്നെ ദിവസം എന്തൊക്കെയോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു പിന്നെ പറഞ്ഞാൽ മതി. വലിയ തിരക്കൊന്നുമില്ല. ഒന്നും കൂടെ അന്വേഷിച്ചിട്ട് അതെ പറയുന്ന കാര്യങ്ങൾക്ക് എന്തോ ഒരു ജെന്യൂരിറ്റി ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും അന്വേഷിക്കണം. അതെ അല്ല വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാലൊക്കെ കുടിച്ചായിരുന്നോ? പാലൊക്കെ കുടിച്ചോ? വേണ്ട എനിക്ക് അത്ര പ്രായമൊന്നുമില്ല മോളെ. മാമാന്ന് വിളിച്ചോ അത് മതി. അപ്പാപ്പനുണ്ടല്ലോ നമ്മളെ കൂടെ. എന്നെക്കാളും മൂത്തരച്ച് അങ്ങേരുണ്ട്. അങ്ങനെ അപ്പൂപ്പാനൊക്കെ വിളിച്ചാൽ മതി. എന്തോ കേട്ടില്ല. അയ്യോ ഞാൻ വിചാരിച്ചു ജോക്കി ഇത്രയും ചെറിയ കൊച്ചൊക്കെ വന്ന് ജോക്കി മാമാന്ന് വിളിക്കുമ്പോ ജോക്കിക്ക് വിഷമം വരുമെന്ന് വിചാരിച്ചു. ഞാൻ ഏജന്റ് റെസ്പെക്ട് കൊടുക്കണം. വേണമെങ്കിൽ മോളെന്നെ വേണമെങ്കിൽ അങ്കിൾ എന്ന് വിളിച്ചു. അങ്കിൾ ജോക്കി അങ്കിൾ എന്ന് വിളിച്ചു. നമുക്ക് കുറച്ച് ഇതില്ല. ഈ അങ്കിളും മാമനും ഒക്കെ ഏകദേശം സെയിം അല്ലേ? മാമന്റെ ഇംഗ്ലീഷ് അല്ലേ അങ്കിൾ? അത് കുട്ടിക്ക് അറിയത്തില്ലല്ലോ. വിളിക്കുമ്പോ ഒരു രസം, കേൾക്കാ ഒരു സുഖം. പിന്നെ മീനിക്കുട്ടി പറ എന്തൊക്കെയുണ്ട് വിശേഷം? കുത്തിയിരിക്കാൻ പറ്റത്തില്ലയോ കുഞ്ഞെ? ഇല്ല പറ്റത്തില്ല മണ്ണിന് അത്രേ ഉള്ളൂ ഇങ്ങനെ കുത്തിയിരിക്കാൻ. ഇരിക്കാൻ പറ്റും. എല്ലാവർക്കും കൂടെ കേൾക്കായിരുന്നു കേട്ടോ. കാലം മാറ്റി വന്ന് കുറച്ച് സ്ഥലം കൊടുക്കാവോ? കേറി കേട്ടോ വലിയ കൊച്ചു ഭയങ്കര കഴിവുള്ളവരാ. ഇഷ്ടപ്പെട്ടോ? എത്ര വേണേലും ഇഷ്ടപ്പെട്ടോ? കൊറേ നാള് കാണാൻ വന്നില്ലെന്ന് ഞാൻ തർജ്ജമ ചെയ്തു തരാം. എനിക്ക് കേട്ട് പരിചയമുണ്ടേ. കൊറേ നാള് കാണാൻ വന്നില്ല. ക്രിസ്മസിന് വന്നിട്ട് പോയതാ. കിച്ചണിൽ പപ്പടമല്ല, ക്രിസ്മസിന് വന്നിട്ട് പോയതാ.
അങ്കിള് തിരക്കില്ലായിരുന്നു. മോളെ കുറച്ച് കുഞ്ഞേ പറയാൻ തിരക്കുള്ളൊരു ജീവിതമായി പോയെന്നേ. പിന്നെ ബാലച്ചൻ ഇപ്പൊ താമസിക്കുന്നില്ല. മാമച്ചൻ സിറ്റിയിലപ്പോ വരുവാ. അതായത് ജോക്കി സ്റ്റോറി എങ്ങനെയാന്ന് വെച്ചാല് ജോക്കി മീനുകുട്ടിയെ ദത്തെടുത്തത് ബാലനാണ്. ബാലൻ വഴിയാണ് ഞാൻ മീനുകുട്ടി അറിയുന്നത്. അപ്പൊ ബാലന്റെ മോളെന്നുള്ള രീതിയിലായിരുന്നു ആ സമയത്ത് ഫുള്ള്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മീനുകുട്ടിക്ക് വിഷമാവും. എന്നാലും ബാലൻ വേറൊരു കൊച്ചിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീനുകുട്ടിയെ മാസ് കാണിക്കാൻ വേണ്ടി വന്നാലും ഏറ്റെടുത്തതാ. പക്ഷെ പയ്യെ ബാലന് ഇഷ്ടമായി തുടങ്ങി മീനുകുട്ടിയെ. പക്ഷെ അത് ഇഷ്ടമായി തുടങ്ങിയപ്പോഴത്തേക്കിന് ബാലൻ സിറ്റിയിൽ നിന്ന് പോയി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ മീനുകുട്ടി ഭയങ്കര ഒറ്റയ്ക്ക് ലോൺലി ആയിട്ടൊക്കെ നടക്കുന്നത്. അപ്പൊ പിന്നെ മീനുകുട്ടിയെ ഞാൻ ഏറ്റെടുത്തു. പിന്നെ മീനുകുട്ടിയെ ഞാൻ ഏറ്റെടുത്തു. അത് കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ഗാങ്ങിൽ കൊണ്ടുപോയിട്ട് വളർത്താം വേണമെങ്കിൽ. നമ്മളെ കുടുംബത്തിൽ കയറാനുള്ള അനുവാദം ഉണ്ട്. കൊച്ചു കുഞ്ഞല്ലേടാ, പക്ഷെ വളരുമ്പോ എന്ത് ചെയ്യും ജോക്കി? അല്ല ഉണ്ടെന്ന് നമ്മുടെ മോളായിട്ടങ്ങ് വളർത്താം. എന്നാലും നമുക്ക് മോളായിരിക്കും. പക്ഷെ ഈ ഗാങ്ങില് അപ്പോഴത്തേക്കിന് പെണ്ണൊന്നും കിട്ടാതെ ഇവനെ പോലെ മൂത്ത് നരച്ച് ഏതെങ്കിലും ഒരുത്തനുണ്ടാവോ? ഇവനൊക്കെ ആയിരിക്കും വന്നാലേ. നിന്റെ കാര്യമാണ് പറഞ്ഞത്. പറ്റിയൊക്കെ നിക്കണം. 4 വയസ്സ്. ഓ ശരി. ഇത് വായി നൂരത്തില്ല. 24 മണിക്കൂർ ഇത് വായിക്കാതെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുവാന്ന്. ഇല്ല, അതങ്ങനെ വെച്ചെടുത്തില്ല. ഇടയ്ക്ക് കൊള്ളാം കേട്ടോ. പ്രിപ്പയർഡാണ്. ജോക്കി വേറൊരു കാര്യം പറയണ്ടായിരുന്നു ജോക്കി. മിസ്സറക്ഷൻ എക്സ് വിളിച്ചായിരുന്നു. അപ്പൊ പോക്കണം കേട്ടവനെ ഞാനൊന്ന് വിളിക്കട്ടെ. ഓരോ ദിവസം ഓരോന്ന് വിളിച്ച് മനുഷ്യനെ ഇങ്ങനെ വിളിക്കില്ല. ഒരു മിനിറ്റ് വിളിക്കില്ല. അത് ഓൾറെഡി നമ്മളെ ഒരു മിഷൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി. അപ്പൊ അല്ലല്ല മറ്റേ ഗണ്ണിന്റെ ഒരു കേസേ. അപ്പൊ അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് സത്യം പറഞ്ഞ ഒന്നുമില്ല. പുള്ളിയെ കാണാൻ പോകുമ്പോ അതിനുള്ള റിപ്ലൈ കൊടുക്കണം എനിക്ക്. ഞാൻ ഒരു മിനിറ്റ് ജോക്കി, ഞാൻ ഒരാളെ ഒന്ന് വിളിച്ചോട്ടെ. പറഞ്ഞതാണോ? എടാ 8202 കടൽ തീരം. 8203 8202 ഇടയ്ക്കത്തെ കടൽ തീരത്തുണ്ട് ഞങ്ങള്. പെട്ടെന്ന് വരണേ. ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഇപ്പൊ ഒരു അമ്മാവൻ വൈകുന്നേരം ആവുമ്പോ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കണം. 2 മുറുക്കാനൊക്കെ ചവച്ച് നമ്മള് പോയി കഴിഞ്ഞാൽ ഇപ്പൊ മറ്റേ KVയിലെ ജോണി പാപ്പനും കൂടെ വന്ന് പുള്ളിയുടെ അടുത്തിരുന്ന് ഇങ്ങനെ ഇരിക്കും. ഇല്ല ചപ്രശം കൊണ്ടുപോയില്ല. കൊള്ളാം ഇത് കഴിവുള്ള ഒരു കുഞ്ഞാണ്. ഇത് മോള് എലി വിദ്യാലയം എന്നൊരു സാധനം കേട്ടിട്ടുണ്ടോ? അയ്യോ പോത്തില്ല. ഞാൻ വിടാറില്ല. പോലെ നമ്മള് പഠിപ്പിക്കാമല്ലോ ഇതിനകത്ത് വിവരം വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഉണ്ട്. പിന്നെ എന്താ വിവരം വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്. ഞാൻ ABCD ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവളെക്കാളും വിവര വിദ്യാഭ്യാസം എന്തായാലും എനിക്കെന്തായാലും ഉണ്ട്. അത് ഞാനല്ല അത് ഏഷ പഠിപ്പിച്ചു കൊടുത്തു. ഇതല്ല ഞാൻ പഠിപ്പിച്ചത്. A for അപ്പി, B for BD. എന്തു ഇത് മോളെ മാമ പഠിപ്പിച്ചു തരാം. A for ആപ്പിൾ, B for ball, C for അപ്പുകുട്ടാ, C for ഒന്നും പറഞ്ഞ ആളല്ലേ. അതുണ്ട് കണക്കാ. D for dog,
D for dog. E for elephant. E for elephant. അടുത്തത് F ആണോ G ആണോ പൂക്കുട്ട നോക്കട്ടെ. ഈ കഴിഞ്ഞ ദേവൂട്ടിന് 5 ദിവസം കൊണ്ട് വിടണം കേട്ടോ ഇങ്ങനെ അടുത്ത്. F for മിനിമം എന്ത് തിന്നു കേട്ടോ. ഒരു മിനിറ്റ് ചോക്കി എടാ വാ. എടാ നമ്മൾ തമ്മിൽ സംസാരിക്കണ കാര്യം നമ്മൾ തമ്മിൽ നിക്കണം, ഇതിന് വെളിയിൽ പോകരുത് കേട്ടോ. കാരണം ഞാൻ നിന്നോട് മാത്രമേ ഈ സാധനം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഈ ഒസാമയായിട്ട് നിനക്ക് നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉസാമയായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല, ബട്ട് അവന് ചെറിയ ഡീലിംഗ് ഒക്കെ ഉണ്ടെന്ന് അറിയാം. വേണേ അവന്റെ ഇതിൽ കേറാം ലൈനില്. എടാ എനിക്ക് ഒസാമ സിറ്റിയിൽ ഗണ്ടിയിൽ ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു സിറ്റിസണാ. പുള്ളിക്ക് ഈ ഗണ്ണ് എവിടുന്നാ കിട്ടുന്നേ, ഗണ്ണ് എവിടുന്നാ പോന്നേ എന്നൊന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. എനിക്ക് എങ്ങനെങ്കിലും വിത്ത് തെളിവോടുകൂടി ഒസാമ എനിക്ക് ഗണ്ണോടുകൂടി അല്ലെ ഗൺ ഡീലിംഗിൽ എനിക്ക് കിട്ടണം. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എവിടുന്ന ഗണ്ണ് കിട്ടിക്കൊണ്ടിരുന്നെന്ന് പറ പ്രോപ്പറായിട്ട്. എനിക്ക് പ്രോപ്പറായിട്ട് പറയണമെങ്കിൽ എനിക്ക് ഓരോ ആൾക്കാർ തന്നോണ്ടിരിക്കുവായിരുന്നു. ഞാനിപ്പോ ഡീപ്പായിട്ട് അവന്മാരെ ഒന്ന് എന്നാൽ തന്ന ആൾക്കാർ ആരെങ്കിലും പേര് പറ, ഞങ്ങളോട് അന്വേഷിക്കാം ഞങ്ങളുടെ സൈഡിൽ കൂടെ. എന്റെ അടുത്ത് അവന്മാര് പറഞ്ഞത് പേര് ശരിക്കുള്ള പേരല്ലായിരുന്നാ ഉണ്ടല്ലേ. എന്റെ അടുത്ത് തരുമ്പോ അവന്മാര് ഡാർക്ക് എന്നും പിന്നെ വേറെ പേര് തന്നത്. ഞാൻ ഇപ്പൊ അണ്ണന്റെ ഞാൻ പിടിച്ചു തരാം ഉറപ്പായിട്ടും. നീ നമ്മളെ കൂടെ നിന്ന് മൂഞ്ചിക്കരുത്. ഇല്ല ഒരിക്കലും ഇല്ല അണ്ണ. ശരിക്കും പറഞ്ഞാൽ എന്റെ അടുത്ത് സ്റ്റോക്ക് ഞാൻ പുറത്ത് കൊടുക്കാതെ ഞാൻ ഭയങ്കര ഇപ്പൊ ലോ ആയിട്ട് നടക്കുന്നത്. വല്ല പൈസ ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ? എത്ര രൂപ വേണം നിനക്ക്? ഒരു 100 എന്തെങ്കിലും. 100 CR അണ്ണന് വേണമെങ്കിൽ ഞാൻ കുറച്ച് ഗണ്ണ് തരാം. ഗണ്ണല്ല എനിക്ക് വേണ്ടുന്നത്. അല്ല അണ്ണ ഞാൻ പിടിച്ചു തരാം, എന്തെങ്കിലും ഉറപ്പായിട്ട് പിടിച്ചു തരും. ഞാൻ ഫുൾ ടൈം വർക്കാവാം ഇത്. ഓക്കെ, ഞാൻ പറയൂല. ഞാൻ നീ തരുന്ന ഓരോ വാല്യുബിൾ ഇൻഫോയ്ക്കും 10 CR വെച്ച് തരാം. ഓക്കെ അണ്ണ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും? അഡ്വാൻസ് ആയിട്ട് ഞാൻ 10 CR തരാം. വണ്ടി പോലും മേടിക്കാൻ പറ്റത്തില്ല അണ്ണ. ഇന്നലെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് അണ്ണൻ തരുമെന്നാ ഞാൻ ഒരു വണ്ടി ഇന്നലെ വാങ്ങിച്ചേ. ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് നിനക്ക് എന്ത് വേണം? ഒരു വണ്ടി വെച്ച് തന്നാ മതി. ഒരു വണ്ടി മേടിക്കാൻ എത്ര രൂപയാവും? ഒരു 50 കോടിയാ? എന്താണ് അണ്ണനെ നീ ചെറിയ കിണ്ടിയിലൊന്നും പോവില്ലേ? ഞാനിവിടെ മറ്റേ കഴിഞ്ഞ ആഴ്ച തോണി കഴിഞ്ഞാ നടന്നത്, മനസ്സിലായേ? നമ്മളിപ്പോ ചെറിയ ഒരു ഇതൊക്കെ അല്ലേ നമ്മളിപ്പോ കാണിക്കണ്ടേ, നമ്മളെ വലിയ ആൾക്കാരാണത് കാണിക്കണ്ടേ. ഇപ്പോഴല്ലേ കണ്ടിയില്ലെങ്കിൽ നമ്മളെ എടുക്കത്തുള്ളൂ. ഇവിടെ ബാങ്കിന്റെ ആപ്പ് ഇല്ലേടാ, വാലറ്റിലല്ലേ? നിന്റെ നമ്പർ എന്ന് പറഞ്ഞേ. അല്ല നിന്റെ നമ്പർ ആദ്യം ഷെയർ തന്നെ എനിക്ക്. സൈഫർ അണ്ണന്റെ നമ്പർ ഞാൻ തരാം. സൈഫർ യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore. അതും യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore. അയച്ചിട്ടുണ്ടോ നോക്കി? ഇത് 20 കോടി അഡ്വാൻസ്. നീ എനിക്ക് പറഞ്ഞില്ലേ? ഉറപ്പായിട്ട് ഞാൻ അവരുടെ ലൈനിൽ കയറാം നൈസായിട്ട്. നിങ്ങൾ ആരും പറയാതെ ഇരുന്നാ മതി. ഞാൻ നൈസായിട്ട് അവരുടെ ലൈനിൽ കയറാം. എടാ ഞാൻ വേറൊരു കാര്യം പറയാം. എനിക്കിതിന് സമയമില്ല, എനിക്ക് ഒട്ടും സമയമില്ല. എനിക്ക് ഇപ്പൊ തന്നെ ഓൾറെഡി പുള്ളിയുടെ അടുത്ത് നമ്മൾ ഓരോന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്. നാളെ കാണാൻ പോകുമ്പോൾ എനിക്ക് പുള്ളിക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നാളെ ഒരു 9:50 മുമ്പ് എനിക്കൊന്ന് എത്തിക്കണം. എന്തെങ്കിലും മതി. ഞാൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞുതരാം. വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവടക്കം എന്തെങ്കിലും ഒരു ഇതാക്കണം. ശ്രദ്ധിക്കണേ ഗൈസ്. എന്താണ് വേണ്ടത്? ഗണ്ണ് കൊടുക്കുന്നതാണോ അതോ? ഒസാമയ്ക്ക് ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രൂഫ് വേണം. ആൻഡ് ഈ ഒസാമയ്ക്ക് ഗണ്ണ് കൊടുക്കുന്ന ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇതാണ്, മനസ്സിലായ? ഓക്കെ അപ്പം നീ എന്തായാലും ട്രൈ ചെയ്തിട്ട് തന്നെ വിളിക്കേട്ടാ. നമ്പർ കിട്ടിയില്ല. ഓക്കെ ഒരു സെക്കൻഡ്. ഇവനൊക്കെ കണ്ട
ഇവനൊന്നും നമ്മളെ അങ്ങനെ ശല്യപ്പെടുത്താൻ വേണ്ടി ടാർപ്പ് ചെയ്തിട്ടില്ലായിരുന്നു, മനസ്സിലായ? അവൻ്റെയൊക്കെ കൂടെ നമ്മളിപ്പോ ഇത് ചെയ്യുന്നില്ല. ഇങ്ങനെ വേണം ഒരു ക്യാരക്ടറൊക്കെ ബിൽഡ് ചെയ്യാൻ. നാളെ തൊട്ട് മറ്റേ ഇത് എവിടെയായിരുന്നു? കോണ്ടാക്ട്സിലല്ലേ വരുന്നത് ഷെയർ. കിട്ടിയാടാ? ഓക്കെ 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 ഓക്കെ. അപ്പൊ സെറ്റ്. നീ വിളിച്ചാൽ മതി എന്നെ എന്തെങ്കിലും ഉണ്ടേ. ഓക്കെ ഓക്കെ. എടാ വേറെ ടിവിയിൽ ഒരാളുടെ അടുത്ത് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യരുതേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടും കോച്ചിനോടും മാത്രം. ഓക്കെ 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 ശരി ശരി. എടാ ലക്സേ, അമ്മയോട് ബർത്ത്ഡേ വിഷ് പറഞ്ഞേക്കണേ. ഞാൻ ഇത് അങ്ങോട്ട് പറയാൻ പറഞ്ഞേക്കാം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അമ്മ. എന്റെ പിന്നെ നമുക്കൊരു പാട്ടായാലോ? അമ്മയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ ലക്സിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട്. ഓക്കെ. എനിക്കു തരാൻ ഇനിയുണ്ടോ കൂടുകൂടെ ചിരിക്കുന്ന പൊൻപാ, വിശക്കുമ്പോൾ പകരാമോ കഹിർക്കാലം തൂവുന്ന പൊൻവെണ്ണ, എനിക്കെൻ്റെ ബാല്യമിനി വേണം, എനിക്കെൻ്റെ സ്നേഹമിനി വേണം. ഇന്നമ്മേ ഒന്നു കാണാൻ ഇത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ ഇത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്, ഇന്നമ്മേ ഒന്നു കാണാൻ ഇത്ര നാളായി ഞാൻ കൊതിച്ചു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഇത് എന്തായാലും കാണിച്ചു കൊടുക്കും. ഉറങ്ങിയോ? അല്ല ഇന്ന് കണ്ട ജോക്കി, ഇന്ന് കണ്ട. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. റിവർ വന്നില്ല, ഞാൻ റിവർ വിട്ടില്ല ബ്രോ. എന്റെ എല്ലാം റീസെറ്റ് ആയി, റിവേർബ് ഇതെല്ലാം റീസെറ്റ് ആയി. PC പുതിയതായതുകൊണ്ടേ ഞാൻ ഒന്നും ഇട്ടില്ല. ഞാൻ റോ ആയിട്ട് പാടിയ കുട്ടി. ഞാൻ ഒരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ കുറെ നേരമായിട്ട് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തോ ഗൈസ്? ആണോ ലൈവ് കഴിയുമ്പോൾ സിറ്റിയിൽ ഒന്ന് നിൽക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഹാരിസ് ആൻഡ് ബ്രോ ഇന്ന് നല്ല ലേറ്റ് ആയി, നാളെ കാണാം നമുക്ക്. ഇതിപ്പോ പറഞ്ഞതാണോ ഹാരിസ് ആൻഡ് ബ്രോ? ഞാൻ മിസ്സായി. നാളെ നമുക്ക് ഉറപ്പായിട്ട് സംസാരിക്കാം. ഇന്ന് കൊറേ ഇതായിപ്പോയി. എന്താ ജോക്കി? അല്ലല്ല കുറെ സാധനം ഇട്ടിട്ടുണ്ടെന്ന് താഴെ. എന്താടാ ഇത്? ബീ ഹൗസാ? ജോക്കി നമ്മുടെ എക്സ് ആണ് നമ്മളെ ഒരു ഇത് ഏൽപ്പിച്ചേക്കുന്നുണ്ടേ. നമുക്ക് അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിട്ട് ഒന്നും ഇല്ല. ആ മറുപടിക്ക് വേണ്ടിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവോ, മനസ്സിലായ? മറുപടി കിട്ടിയിട്ട് വേണം പോയി കാണാൻ. അല്ലാതെ പോയി കണ്ടാ ജോക്കി ചിലപ്പോ പോയി കാണണ്ട. ഞാൻ നേരെ പോയി കണ്ടു കഴിഞ്ഞാൽ എന്നോട് പുള്ളി അതിനെ പറ്റി ചോദിക്കും. ഞങ്ങൾ കുറെ നാളായിട്ട് ഇത് വേറെ ഡീലാണ്. അത് നീ എന്തായാലും ചോദിക്കും. അതിപ്പോ എന്തായാലും ഉത്തരം കിട്ടിയ? ഇല്ലില്ല, അത് ഓരോ പയ്യന്മാരെ ഏൽപ്പിച്ചേക്കും. മീനുകുട്ടി എത്ര വയസ്സുണ്ട്? 4 വയസ്സോ? മീനുകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ജോക്കി മാമൻ വരുമ്പോ ജോക്കി അങ്കിൾ വരുന്ന സമയത്ത് ജോക്കി അങ്കിളോട് ചോദിച്ചാൽ. അല്ല സ്കൂളിലൊന്നും പോയിട്ട് അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ പോയി പിഴച്ചു പോയി പഠിക്കല്ലേ എന്റെ പൊന്നു മോളെ. ഉണ്ടല്ലോ അത്രേ ഉള്ളു മീനുകുട്ടി. സ്നേഹമുള്ള കൊച്ചാട്ടോ. കൈ പിടിച്ചേക്കുന്നേ. ഇന്ന് പബ്ജി ഉണ്ട്. എടാ എനിക്ക് അറിഞ്ഞൂടാ അവരാരും ഉണ്ടോന്ന്, കോച്ചൊക്കെ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. കോച്ചിനോടൊന്ന് ചോദിക്കണം. കോച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കോച്ചൊക്കെ
കോച്ചുണ്ടല്ലോ കോച്ചുണ്ടെങ്കിൽ നമുക്ക് കയറാം. കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട്. എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ ജോക്കി? നമുക്ക് മീനുട്ടി ഇറങ്ങുമല്ലേ? ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഇന്ന് കേക്ക് കാണാൻ പോകണ്ട കേട്ടോ ജോക്കി. ഇല്ല ഇന്ന് പോകുന്നില്ല, ഇന്നൊന്നും പോകുന്നില്ല. ഇന്ന് കേക്ക് കാണാൻ പോയ പ്രശ്നം. അപ്പൊ കൂട്ടാ കയറി ഗോകുവേ ഗോകു കോച്ചിനോടൊന്ന് വിളിച്ചിട്ട് ചോദിക്കുവോ ഉണ്ടോന്ന്? കോച്ചുണ്ട്, കോച്ച് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഉണ്ടോ? അയ്യോ എടാ ഓഫ്ലൈനിൽ ഇരിപ്പുണ്ട്. ഓക്കെ ലക്ഷ്യ നീ അതിൽ വരുവോ? അയ്യോ ഇതെന്താ റോഡിലൊരു മൈക്കാ? എടാ ഞാനപ്പോ അവനോട് ഇവിടെ നിന്ന് രഹസ്യം പറഞ്ഞത് ഇതിന്റെ സ്പീക്കർ ഇരിക്കണ മുതുക്കിലാണോ? ഉണ്ടെന്ന് ഓക്കെ. എടാ ഞാൻ ഇന്നലെ അവന്മാരും എടുത്തൊരു 100 വട്ടം പറഞ്ഞടാ മക്കളെ, ഈ ബാറ്റ് വെച്ച് അടിച്ചേക്ക് യുദ്ധത്തിന് പോണ്ട ടൈം വേസ്റ്റ് ആണ്. അമ്മാരെ നമ്മൾ അടിച്ചിട്ട് ലാസ്റ്റിൽ ഒരുത്തൻ കണ്ടം വഴി വെട്ടി ഓടുകയും ചെയ്തു. F8 അടിച്ച് പറഞ്ഞതാണ് 100 വട്ടം. അന്ന് ഞാൻ ബാറ്റിന് അടിക്കാൻ പോയാണ് അവനെ അടിക്കാം. ജോക്കിനെ സോൾവ് ചെയ്യുന്നതല്ലേ ഇവന്മാരൊന്നും നമ്മുടെ പ്രശ്നമില്ലാത്ത ഗ്യാങ്ങായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട് ജോക്കി. അല്ല ഞാൻ വേറൊരു കാര്യം പറയട്ടെ ജോക്കി. എന്നുവെച്ചാ ഇപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മളായിട്ട് സിറ്റുവേഷൻ എടുക്കുന്ന വളരെ കുറച്ച് ഗ്യാങ്ങേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഗ്യാങ്സുകാർക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവൂലേ നമ്മളായിട്ടൊക്കെ സിറ്റുവേഷൻ എടുക്കണം, ഇമ്പ്രൂവ് ആവണം എന്നൊക്കെ. അപ്പൊ അവരെടുക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. സിറ്റുവേഷൻ എടുത്തതിനൊരു കുറ്റമായിട്ട് നമ്മള് ബാറ്റ് വെച്ചടിച്ച കേസൊക്കെ വലിയ സിറ്റുവേഷൻ ആക്കാനുണ്ടോന്ന് ഞാൻ ചോദിച്ചാണ്. അല്ല ജോക്കി ഇപ്പൊ പറയണെന്ന് വെച്ചാൽ അവർക്ക് ഈ ചിലപ്പം ഇതൊക്കെ വീണ് കിട്ടുന്ന സിറ്റുവേഷൻസ് ആണ്, മനസ്സിലായോ? നമ്മളായിട്ട് അങ്ങനെ ട്രിഗർ ആവാറില്ല സിറ്റുവേഷൻ. എന്നാലും ആരാണ് എക്സിറ്റ് അടിച്ചു പോയത്? അവൻ ചത്തയാണോ ഓൾറെഡി? ഞങ്ങളുടെ എണ്ണിച്ചിരിക്കും നിൽക്കുകയാണ്. എന്നിട്ട് നീ എന്തിനാ ഫേക്ക് അപരാധങ്ങൾ പറഞ്ഞിറക്കിയത് അവരെ പറ്റി? അറിഞ്ഞൂടെ ഞാൻ ദൂരെ ഓടി ബാറ്റ് പിടിച്ച് വന്നപ്പോ അപ്പഴത്തേക്ക് അവിടെ നിന്ന് ഞെക്കി പിടിച്ചത്. ഇപ്പൊ ഇന്നത്തെ ലൈവ് കണ്ടപ്പോ അമ്മാര് ശരിക്കും എന്റെ ഹെഡറായി. അപ്പൊ നാളെ തൊട്ട് ഇനി എന്നെ ആയിരിക്കും നോക്കണം കേട്ടാ. എന്നെ ഫസ്റ്റ് എടുക്കും. എന്തായാലും ഇറങ്ങാൻ പോയതാ. പിന്നെ അവിടെ നിന്ന് കറക്റ്റ് അവിടെ തന്നെ എത്തിയല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ RP.